السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ആദരണീയരായ പിതൃതുല്യരായ വാപ്പക്കതുല്യരായ സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന കാരണവന്മാരെ, ഈ മനോഹരമായ അള്ളാഹുവിൻ്റെ വീടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അസറും മഗ്രിബും ഇശാവുമൊക്കെ നമസ്കരിച്ച് സർവശക്തനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്ത് സുജൂദ് ചെയ്ത് പ്രാർത്ഥനകളോടെ അള്ളാഹുവിൻ്റെ വീടിൻ്റെ നിലനിൽപ്പിനു വേണ്ടി അതെന്നും ധാരാളം ആളുകൾക്ക് സുജൂദ് ചെയ്യാനുള്ള കേന്ദ്രമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് കേൾക്കുകയാണ്, പഠിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു കൊച്ചു പ്രദേശത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, മുമ്പേ ഇവിടെ ജുമുഅയും ജമാഅത്തുമൊക്കെ ഒരു ഷെഡിലായി നടന്നു. ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഒരു മനോഹരമായ ഒരു ചെറിയ സ്ഥലത്ത്, ആ സ്ഥലത്തെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനം ഉയർന്നു. പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ കരങ്ങൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇവിടെ ഇന്ന് നൽകിയ മൊമന്റോകളിൽ ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയത് റബ്ബിൻ്റെ ഈ വീടിന് വേണ്ടിയുള്ള സ്ഥലം നൽകിയ ആ വ്യക്തിയെ ആദരിച്ചതാണ്. അല്ലാഹു അയാൾക്ക്, അദ്ദേഹത്തിന് ഏറ്റവും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെയായി തൗഹീദിന്റെ പള്ളികൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ തൗഹീദ് വിളംബരം ചെയ്യുന്ന ധാരാളം പള്ളികൾ ഉദ്ഘാടനം ചെയ്തു. കുറെ പള്ളികളിൽ അതിൻ്റെ ഉദ്ഘാടന പ്രോഗ്രാമുകളിൽ സമാപന സംസാരം നടത്താൻ അവസരം കിട്ടി. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് സുമ്മൽ ഹംദുലില്ലാഹ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടി തൊട്ടടുത്ത ഒരു ഷോപ്പിലേക്ക് പോകുമ്പോൾ പ്രായമുള്ള ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങളൊരു തൗഹീദി കുടുംബത്തിൽ ജനിച്ച ആളാണോ? ഞാൻ പറഞ്ഞു, അല്ല. എന്നാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ പ്രിയങ്കരനായ ഉപ്പ ഇതുപോലെ നാടിൻ്റെ പരിസരത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു സലഫി പള്ളിയിൽ ജുമുഅക്ക് പോയി. ആ നാട്ടിൽ സലഫി പള്ളി മാത്രമേ ഉള്ളൂ. എൻ്റെ കുട്ടിക്കാലത്താണ്. ഉപ്പയും ഉപ്പയുടെ സുഹൃത്തും ആ പള്ളിയിൽ ഒരു ജുമുഅക്ക്, ആ പള്ളിയിൽ കയറി ജുമുഅ കേട്ടു. അവര് പറഞ്ഞു, ഇന്നത്തെ ജുമുഅ ബാത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇത് വഹാബികളുടെ പള്ളിയാണ്, ഇവിടെ വേറെ പള്ളിയില്ല, അതുകൊണ്ട് ജുമുഅക്ക് പോകാതിരിക്കാനുള്ള മനസ്സ് നമുക്കില്ല, നമുക്ക് കയറാം. അവര് ആ പള്ളിയിൽ കയറി മിമ്പറിൽ നിന്ന് തൗഹീദിന്റെ മനോഹരമായ ഖുത്ബ കേട്ടു. അരമണിക്കൂറിന് താഴെ നീണ്ടു നിൽക്കുന്ന ആ
ജുമയുടെ ഖുതുബ എൻ്റെ ഉപ്പയുടെ ഹൃദയത്തിലേക്ക് റബ്ബ് സന്നിവേശിപ്പിച്ചു. അടുത്ത വെള്ളിയാഴ്ച അങ്ങോട്ട് പോവേണ്ട ആവശ്യമില്ല. പക്ഷെ വാപ്പയുടെ മനസ്സ് അങ്ങോട്ട് പോവണം, ഖുതുബ കേൾക്കണമെന്നായി. രണ്ടാമത്തെ വെള്ളിയാഴ്ച വീണ്ടും ആ പള്ളിയിലേക്ക് ഖുതുബ കേൾക്കാനായി പോയി. തിരിച്ചു വന്ന് വാപ്പയുടെ അനുജനെയും എൻ്റെ ജ്യേഷ്ഠനെയും ഒക്കെ സമസ്തയുടെ മദ്രസയിൽ നിന്ന് പേരുവെട്ടി ഒരു സലഫി മദ്രസിന്റെ തുടക്കക്കാരായ കൂട്ടത്തിലേക്ക് ചേർത്തു പിടിച്ചു. എൻ്റെ ഉപ്പ 51-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുമ്പോൾ സുബഹിയുടെ മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷിഹാബേ, എനിക്ക് ശ്വാസത്തിന് നല്ല തടസ്സമുണ്ട്, എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. എൻ്റെ വീട്ടിലെ ചെറിയ വാഹനം ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഉപ്പയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു അല്പം പ്രയാസത്തിലാണ്, അഡ്മിറ്റ് ചെയ്യണം. എൻ്റെ ഉപ്പ പറഞ്ഞു വേണ്ട, വീട്ടിലേക്ക് തിരിച്ചു പറഞ്ഞേക്കണം. ഡോക്ടർ റെഡിയായില്ല, എഴുതി കൊടുക്കാൻ പറഞ്ഞു എന്നോട്. സ്വന്തം ഇഷ്ടപ്രകാരം മടങ്ങുകയാണ്. അന്ന് രാവിലെ 8 മണിക്ക് ഞാൻ കോളേജിലേക്ക് പുറപ്പെടുമ്പോൾ ഫറൂഖ് കോളേജിലെ MA ക്ലാസ് തുടങ്ങുന്ന ദിവസം ഉപ്പനോട് പറഞ്ഞു, ഇന്ന് ക്ലാസ് തുടങ്ങുന്ന ദിവസമാണ്, ലീവാക്കരുത്, പൊയ്ക്കോ. പക്ഷേ ഉച്ചയോടുകൂടി ക്ലാസ് അവസാനിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരണം, ഹോസ്റ്റലിൽ തങ്ങരുത്. എൻ്റെ കൈപിടിച്ച് നീ പഠിച്ച സത്യം സത്യസന്ധമായി ലോകത്തിന്റെ മുമ്പിൽ പറയണം, ഹക്കായി വിളിച്ചു പറയണം. അത് തൗഹീദിന്റെ വെളിച്ചമാണ്. ഞാൻ തൗഹീദ് സ്വീകരിച്ചത് നിനക്കറിയുമല്ലോ. അങ്ങനെ ഒരുപാട് മനുഷ്യർക്ക് തൗഹീദിന്റെ വെളിച്ചം കിട്ടാനുണ്ട്. അതുകൊണ്ട് ധൈര്യമായി ആളുകൾക്ക് മുമ്പിൽ തൗഹീദ് പറയണേ എന്ന് കൈപിടിച്ച് സലാം പറഞ്ഞ് 8 മണിക്ക് എന്നെ യാത്രയാക്കി. 8:30 എൻ്റെ ഉപ്പ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവേ, എൻ്റെ പ്രിയങ്കരനായ ഉപ്പക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. ഇവിടെ തുടക്കത്തിൽ ഞാൻ ഇത് ഓർക്കാൻ കാരണം, പ്രസംഗത്തിനു വേണ്ടി ഒരുങ്ങുമ്പോൾ ഇവിടെ നിന്ന് മരിച്ചുപോയ 2-3 പേർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലേക്ക് സ്വാഭാവികമായി നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാതാപിതാക്കൾ കയറി വരിക എന്നത് അത് സ്വാഭാവികമാണ്. ഈ പ്രദേശത്ത് നിന്ന് മരണപ്പെട്ടു പോയ സഹോദര സഹോദരിമാർക്ക് അല്ലാഹു ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. ഈ പ്രദേശത്ത് നിന്റെ ഭവനം നിന്നെ മാത്രം ആരാധിക്കാനുള്ള, നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനുള്ള, നിന്നോട് മാത്രം ദുആ നടത്താനുള്ള, നിന്റെ പേരിൽ മാത്രം സത്യം ചെയ്ത് പറയാനുള്ള, അല്ലാഹുവേ നിന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ആ പള്ളിയുടെ ഉള്ളിലും മുറ്റത്തുമൊക്കെ ഇരുന്ന് പറയാനുള്ള, നിനക്കിഷ്ടപ്പെട്ട നിന്റെ വീടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം അല്ലാഹുവേ ഈ പള്ളിയുടെ ഒരു മണൽത്തരിയിൽ കൈവച്ചവർ, അതിനുവേണ്ടി നാണയത്തുട്ടുകൾ ചെലവഴിച്ചവർ, സമയം കൊടുത്തവർ, സാന്നിധ്യം അറിയിച്ചവർ, വിളിച്ചു ചോദിച്ചവർ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമോ എന്ന് അന്വേഷിച്ചവർ, അല്ലാഹുവേ നിനക്കാണറിയ, എന്നേക്കാൾ എനിക്ക് പൂർണ്ണമായി അറിയില്ല, നിനക്കെല്ലാം അറിയും. അവർക്ക് നീ അർഹതപ്പെട്ടത് കൊടുക്കണേ അല്ലാഹ്. ഏറ്റവും യോജിച്ച അനുയോജ്യമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ കബൂൽ ചെയ്യണേ റബ്ബേ. സഹോദരങ്ങളെ, ഒരു പ്രദേശത്ത് തൗഹീദിന്റെ പള്ളി വരിക എന്നത് ആനന്ദമാണ്, ആഹ്ലാദമാണ്, ആവേശമാണ്. മതം ഒരിക്കലും ആവേശമല്ല, ആദർശമാണ്. പക്ഷെ ഒരു പള്ളി ഒരു മുസ്ലിമിന്റെ മനസ്സിന്റെ ആവേശമാണ്. തൗഹീദുള്ള പള്ളി, അതിനുവേണ്ടി കോഴിക്കോടങ്ങാടിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരുപാട് പള്ളികളുണ്ട്. നിങ്ങൾ ആ പള്ളിയുടെ പേരുകളൊക്കെ പട്ടാളപ്പള്ളി, മുഹയ്യുദ്ദീൻ പള്ളി, അതുപോലെ ഷാദുലി പള്ളി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജയിലിന്റെ അടുത്തുള്ള പള്ളി, ബറാമി പള്ളി, അതൊക്കെ തൗഹീദിന്റെ വിളംബരം നടത്തുന്ന പള്ളികളാണ്, അല്ലേ? അതിലെ ഷാദുലി പള്ളിയുടെ മുമ്പിലാണ് അപ്പവാണിപ നേർച്ച നടക്കുന്ന ഷെയ്ഖിന്റെ പള്ളി എന്ന് പറയുന്ന പള്ളി.
ഞാൻ ആ പള്ളിയിൽ ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്. അവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇതൊക്കെ മുമ്പേ തൗഹീദിന്റെ പള്ളികളായി വന്ന പള്ളികളല്ല, മറിച്ച് പള്ളിയോട് ചേർന്ന് ഒരു ജാറമുണ്ട്. ആ ജാറം ആ പള്ളിയോട് ചേർന്ന് ഇന്നുമുണ്ട്. ആ പള്ളി നടത്തുന്നത് സലഫികളാണ്. ആ പള്ളിയിൽ ഭാരവാഹികളായ പള്ളിയുടെ കമ്മിറ്റിക്കാർ കോഴിക്കോടങ്ങാടിയിൽ തൗഹീദിന്റെ പ്രസംഗം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമരക്കാർ നടത്തുമ്പോൾ അത് കേട്ട് അവിടെ മനസ്സുകൾ മാറി. ആ പള്ളി കമ്മിറ്റിയിലെ ഭൂരിപക്ഷം ആളുകളും തൗഹീദിന്റെ വക്താക്കളായി മാറി. അപ്പോൾ സ്വാഭാവികമായും അവർ പള്ളിയിൽ വെച്ച് പറഞ്ഞു, ഈ പള്ളിയിൽ ഇതൊന്നും നടക്കാൻ പാടില്ല. തൊട്ടടുത്ത് കിടക്കുന്ന ഈ ജാറത്തിലേക്ക് ആളുകൾ വരുമ്പോൾ അവരോട് പറയണം, ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല, ഖബറിനെ പൂവിട്ട് പൂജിക്കാൻ പാടില്ല, ഖബറിന്റെ മേലെ വിരിപ്പുകളും പുതപ്പുകളും വിരിച്ച് അതിനെ പ്രത്യേകമായ ആർത്ഥത്തിൽ ആദരിക്കാൻ പാടില്ല. ഖബറിനോടൊരു ആദരവുണ്ട്, പക്ഷേ ഇസ്ലാം അനുവദിക്കാത്തത് പാടില്ല. ഇങ്ങനെ പറഞ്ഞപ്പോ പ്രശ്നമായി പള്ളിയിൽ രണ്ടു കൂട്ടം ആളുകളായി മാറി. ഒരു കൂട്ടം ആളുകൾ ഇതിനെ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നവർ, അല്ല ഇതൊന്നും ശരിയല്ല, അള്ളാഹുവിന്റെ വീട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള ഭവനമാണ്. ഇവിടെ ഉദ്ഘാടകൻ ബഹുമാന്യനായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന ആയത്തോതി നമ്മളെ തൗഹീദിന്റെ ചില വശങ്ങൾ കേൾപ്പിക്കുകയുണ്ടായി. ഈ തർക്കം മൂത്തപ്പോ പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞാൽ ആ പള്ളി ആരാണ് മുമ്പ് സ്ഥാപിച്ചത് അവർക്ക് പള്ളി വേണമെന്നില്ല, മറിച്ച് പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ജാറം മതി എന്ന് പറയുകയും പള്ളി ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സലഫി വക്താക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്ത പള്ളിയാണ്. പള്ളി ഇന്ന് സലഫികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. തൊട്ടടുത്തതിന്റെ ഇടയിലൂടെ ഒരു മതിൽ കെട്ടി ജാറത്തെ വേർതിരിച്ച് അതതിന്റെ വക്താക്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് ഓരോ പ്രദേശത്തും റബ്ബിന്റെ വീടുകൾ ഉയർന്നു വരുമ്പോ പള്ളികളുടെ കുറവ് കൊണ്ടല്ല സലഫികൾ പള്ളി ഉണ്ടാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, പള്ളി ഒരു നാട്ടിൽ കുറവുള്ളത് കൊണ്ടല്ല സലഫികൾ പള്ളികൾ ഉണ്ടാക്കുന്നത്. ഒരേ ഒരു കാരണമാണ് അതിൽ മുടച്ചു നിൽക്കുന്നത്, ഉയർന്നു നിൽക്കുന്നത്. ഒരുപക്ഷെ തൊട്ടടുത്ത് വേറെ പള്ളി ഉണ്ടാകണമെന്നില്ല, പക്ഷേ പള്ളി ഉണ്ടാക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം ആ പള്ളി റബ്ബിന്റെ വീടാണ്, ആ പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ്. ലോകത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ഭൂമധ്യരേഖയിൽ സ്ഥിതി ചെയ്യുന്ന, ഗ്രീനിച്ച് രേഖയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിൽ ഒന്നാമത്തെ ഭവനമാകുന്ന മക്കയിലെ പള്ളി കഅബാലയം, അതിനു ചുറ്റുമുള്ള അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള, പ്രകീർത്തിക്കുവാനുള്ള, സാഷ്ടാംഗം ചെയ്യുവാനുള്ള പള്ളി, അത് ലോകത്തിൽ ഒന്നാമത്തെ റബ്ബിന്റെ വീടാണ്. എന്തിനാണ് ആ ഭവനം ഉയർന്നത്? എന്തിനാണ് ഇന്ന് ഈ പ്രദേശത്ത് ഈ മനോഹരമായ കൊച്ചുപള്ളി ഉയർന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ ആദ്യം പറയുന്നത്. ആ പള്ളിയുടെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന മാത്രമേ നടക്കൂ. ആ പള്ളിയുടെ ഉള്ളിൽ ലോകരക്ഷിതാവായ റബ്ബിനോടുള്ള ഇബാദത്ത് മാത്രമേ നടക്കൂ. അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയെയോ വ്യക്തിയെയോ മഹത്തുക്കളെയോ പ്രവാചകന്മാരെയോ ഔലിയാക്കന്മാരെയോ അവരൊക്കെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, തർക്കമേയില്ല. പക്ഷെ ആ പള്ളിയിൽ അല്ല പുറത്തും അവരോടൊന്നുമുള്ള ഇബാദത്തിന്റെ ഒരു മൈന്യൂട്ട് പോയിന്റ് പോലും ഒരിക്കലും അതിന്റെ ഭാരവാഹികൾ അനുവദിച്ചു കൊടുക്കുകയില്ല. ഇസ്ലാം എന്ന് പറയുന്ന റബ്ബിന്റെ മതം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതത്തിന്റെ പ്രത്യേകത ഏകദൈവാരാധനയാണ്. ഇവിടെ മുനീർ ഷറഫി ഓതി വെച്ച ആയത്ത് നിങ്ങൾ കേട്ടില്ലേ? ഖുർആനിലെ ഒന്നാമത്തെ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടുള്ള അഭിസംബോധന പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 21-ാമത്തെ വചനത്തിലാണ്. 21, 22 വചനങ്ങളിലേക്ക് എത്തുമ്പോ അള്ളാഹു പറഞ്ഞ വാചകം എന്താണ്? യാ അയ്യുഹന്നാസ് അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 21, 22 വചനങ്ങളാണ്. വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ സൃഷ്ടാവായ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഈ പ്രദേശത്തെ മുസ്ലിങ്ങളോട്
മനുഷ്യരോട് നമുക്ക് പറയാനുള്ളത്, മനുഷ്യരെ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഒന്നാണ്, രണ്ടില്ല. ഈ ലോകത്തെ സംവിധാനിച്ചത് ഒരേ ഒരു സൃഷ്ടാവാണ്, മറ്റൊരു സൃഷ്ടാവില്ല. ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി ഭൂമി കൊണ്ടുപോയി വെക്കാൻ വലിപ്പമുള്ള സൂര്യനെ സംവിധാനിച്ചത് ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അണ്ഡകടാഹങ്ങളുടെ അധിപനായ ലോകൈകനാഥനായ റബ്ബാണ്. ഗോളമണ്ഡലങ്ങളെ ഒരുക്കിയത് ഓർബിറ്റലുകളിലൂടെ, സഞ്ചാരപഥത്തിലൂടെ കൃത്യമായ സഞ്ചാരപഥം ഒരുക്കിക്കൊടുത്തത്, ഭൂമിയുടെ 1/4 ഭാഗം വരുന്ന സമുദ്രത്തെ ഒരുക്കിയത്, ഓർത്തിരുമ്പുന്ന തിരമാലകൾ, ആഞ്ഞടിക്കുന്ന തിരമാലകൾ, മനുഷ്യൻ അത്ഭുതപ്പെടുത്തുന്ന കടലിന്റെ ആഴങ്ങളിലേക്ക് കോടാനുകോടി ജീവജാലങ്ങളെ ഊളിയിട്ടു പോകുന്നത്, നീന്തി തുടിക്കുന്നതായ ജീവജാലങ്ങളെ സംവിധാനിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മനുഷ്യരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഭൂമി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ഇവിടുത്തെ സമുദ്രം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ഈ ഗോളമണ്ഡലങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, തൂണുകളില്ലാതെ ഉയർന്നു നിൽക്കുന്ന ഈ ആകാശത്തിന്റെ മനോഹാരിത നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത്ഭുതങ്ങൾ, ആശ്ചര്യപ്പെടുത്തുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഖുർആൻ ചുരുക്കിയ വാചകത്തെ പറഞ്ഞു, ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ലോകത്ത് എന്തൊക്കെയുണ്ടോ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഖലഖ, അവൻ സൃഷ്ടിച്ചു, ലക്കും, നിങ്ങൾക്ക് വേണ്ടി. എന്ത്? മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിൽ എന്തുണ്ടോ ചരാചരങ്ങൾ, കല്ലുകൾ, ചരക്കല്ലുകൾ, മണൽത്തരികൾ, ഇവിടുത്തെ ബാക്ടീരിയകൾ, വൈറസുകൾ, ഇവിടുത്തെ ചരാചരങ്ങൾ, ഇവിടുത്തെ മിണ്ടാപ്രാണികൾ, ഈ ലൈറ്റിന് ചുറ്റും പാറിക്കളിക്കുന്ന കൊച്ചു പ്രാണികൾ, ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾ, പറവകൾ, ഖലഖലക്കും, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. എന്നിട്ട് നന്ദി അള്ളാഹുവോട് കാണിക്കണ്ടേ? നമുക്ക് വേണ്ടി സംവിധാനിച്ച എല്ലാം ഒരുക്കി തന്ന റബ്ബ് പകരം ഈ സദസ്സിലിരിക്കുന്നവരെ, ദൂരെ നിന്ന് കേൾക്കുന്നവരെ, നമ്മളോട് തിരിച്ച് അള്ളാഹു ചോദിച്ചതെന്താ? നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്ന്, നിങ്ങൾ എന്നോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന്, എന്റെ പേരിലേ നിങ്ങൾ സത്യം ചെയ്യാവൂ എന്ന്. നേർച്ചകളും വഴിപാടുകളുമുണ്ട്, എന്റെ കൂലി ആഗ്രഹിച്ച് മാത്രമേ ചെയ്യാവൂ എന്ന്. ഈ ധർമ്മം ഈ പ്രദേശത്ത് നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഒരുപക്ഷേ ലോകത്തിന്റെ മുമ്പേ ചരിത്രങ്ങൾ മറിച്ചു നോക്കുമ്പോ നശിപ്പിച്ചു കളഞ്ഞ നാടുകളെ പോലെ നമ്മുടെയൊക്കെ കർണാടകയിലും കേരളത്തിലും തമിഴ്നാടിലും ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ വ്യത്യസ്തമായ സ്റ്റേറ്റുകളിൽ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഒരുപക്ഷെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ശിക്ഷയും പരീക്ഷണങ്ങളും ഇറക്കിയേക്കാം. അതുകൊണ്ട് ഞാൻ ഒന്നാമതായി നിങ്ങളെ കേൾപ്പിക്കുന്ന ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അള്ളാഹു പറയുകയാണ്, വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിളുൽം, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഒരു നാടിനെ നശിപ്പിച്ചു കളയുകയില്ല. എന്തുണ്ടെങ്കിൽ വഅഹ്ലുഹാ, ആ നാട്ടിലെ മനുഷ്യർ മുസ്ലിഹൂൻ, അവർ നന്മ ചെയ്യുന്നവരാണെങ്കിൽ, അതേ കേടുവന്നതിനെ നന്നാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നവരാണെങ്കിൽ, ഇസ്ലാഹിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ, അതാ മുസ്ലിഹൂൻ എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ചര്യകളെ കേടാക്കി ഇതാണ് ഇസ്ലാം എന്ന് മുസ്ലിം ലോകം തെറ്റിദ്ധരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ മുസ്ലിങ്ങളോടും പണ്ഡിതന്മാരോടും ഈ നാടിന് നേതൃത്വം നൽകുന്നവരോടും ഇവിടുത്തെ വ്യത്യസ്തമായ സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരോടുമൊക്കെ നമുക്ക് പറയാനുണ്ട്, മനുഷ്യരെ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റായ റൂട്ടിലാണ്, അതേ റബ്ബ് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലാണ്. ലക്ഷങ്ങൾ പങ്കെടുത്ത കാസർഗോഡിന്റെ കുണിയയുടെ സമ്മേളനത്തിൽ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പോകട്ടെ പ്രിയപ്പെട്ടവരെ. ഇത് സ്നേഹത്തോടെയുള്ള വർത്തമാനമാണ്, മനുഷ്യലോകത്തോടുള്ള ആർദ്രതയുടെ വർത്തമാനമാണ്. അനുകമ്പയും നിങ്ങളോട് സ്നേഹവും അലിവുമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ കിടുകിടാവിറക്കുന്ന നീതിപൂർവമായ കാരക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കുകയില്ല എന്ന് പറഞ്ഞ ലോകരക്ഷിതാവായ റബ്ബിന്റെ നീതിപൂർവമായ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ, കൈകെട്ടി ഉത്തരം പറയുമ്പോ, കൈകാലുകൾ സാക്ഷി പറയുമ്പോ, തൊലികൾ സംസാരിക്കുമ്പോ, മനുഷ്യരെ ഒന്നും ചെയ്യാനാവാതെ നഫ്സി നഫ്സി എന്ന് പറയുന്ന റബ്ബിന്റെ നീതിപൂർവമായ കോടതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. എന്താ പറഞ്ഞത്? മഹാനായ ആ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ ഒരു പണ്ഡിതൻ പറയുന്നത്, ആ സമ്മേളനത്തിലേക്ക് നിങ്ങൾ നേരത്തെ എത്തണം. നേരത്തെ പറഞ്ഞു, സമ്മേളനത്തിൽ നിങ്ങൾ എല്ലാവരും നേരത്തെ എത്തണം. ഒരു പണ്ഡിതനായി അറിയപ്പെടുന്ന ഒരാൾ പറഞ്ഞത്, ഒരു അറഫ സംഗമമാണ് ഇവിടെ.
അറഫയിൽ ഹജ്ജിന് പോയവർ അറഫയിലെത്തിയില്ലെങ്കിൽ അവർക്ക് ഹജ്ജില്ല എന്നതുപോലെ മുസ്ലിങ്ങളായി ആരൊക്കെയുണ്ടോ എല്ലാവരും കുമിയയുടെ മഹാലക്ഷങ്ങൾ മഹാസമ്മേളനമായി ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ നിങ്ങൾ വരണം. ഇതൊരു അറഫാ സംഗമമാണ് എന്ന് നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ വാചകം എന്തെന്നറിയുമോ? ആദം നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള എല്ലാ നബിമാരും പങ്കെടുക്കുന്ന സമ്മേളനമാണ്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. എന്താ പറഞ്ഞത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ അമ്പിയാക്കന്മാർ പങ്കുകൊള്ളുന്ന സമ്മേളനമാണ്. ഔലിയാക്കന്മാർ സംഗമിക്കുന്ന സമ്മേളനമാണ്. അവർ ഫിസിക്കലി അവിടെ വരികയല്ല, അവിടെ അർവാഹുകളുടെ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആന് വെച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് വെച്ച് ഇങ്ങനെയൊക്കെ നമുക്കൊരു വർത്തമാനം പറയാൻ എവിടെയാണ് അള്ളാഹുവിന്റെ ദീനിൽ എവിഡൻസ് ഉള്ളത്? എവിടെയാണ് പ്രമാണമുള്ളത്? എവിടെയാണ് ദലീലുള്ളത്? എവിടെയാണ് രേഖയുള്ളത്? ഇതൊക്കെ ആളുകളെ സമ്മേളന നഗരിയിലേക്ക് എത്താൻ പ്രിയപ്പെട്ടവരെ പറഞ്ഞു പോകാൻ പറ്റുന്ന വാക്കുകളാണോ? മുത്തുനബിയുടെ റൂഹ് അവിടെയുണ്ട്. എല്ലാ നബിമാരുടെയും ഔലിയാക്കന്മാരുടെയും സിദ്ദീഖുകളുടെയും റൂഹുകൾ അർവാഹുകൾ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് പാവപ്പെട്ട മനുഷ്യർക്ക് മുമ്പിൽ പറയാൻ എങ്ങനെ ധൈര്യം? ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. ഇവിടെ മുനീർ ഷറഫി ഇവിടെ ധാർമ്മികതയുടെ വശങ്ങളാണ് പറഞ്ഞത്. അധാർമികതയുടെ ലോകത്തേക്ക്, അശ്ലീലതയുടെ ലോകത്തേക്ക്, ആഭാസത്തിന്റെ ലോകത്തേക്ക്, വൃത്തികേടിന്റെ ലോകത്തിലേക്ക്, വ്യഭിചാരത്തിന്റെ ലോകത്തിലേക്ക്, അല്ലേ ബലാത്സംഗത്തിന്റെ ലോകത്തിലേക്ക്, ചീറ്റിംഗ് ആയി പോകുന്ന ഈ പുതിയ ലോകത്തിലേക്ക് പ്രിയപ്പെട്ടവരെ കടന്നു പോകുന്ന യുവാക്കളോട്, യുവതികളോട്, തന്റെ മടിക്കൊത്ത് ഏതോ അന്യപുരുഷന്റെ മുമ്പിൽ അടിച്ചിട്ട് കൊടുക്കുന്ന ഈ പുതിയ ലോകത്തോട്, തന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിന്റെ വലുപ്പം കുറക്കലാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ ഈ പുതിയ തലമുറയോട് ധാർമ്മികതയിലേക്ക് തിരിച്ചു വരണമെന്ന് ഇവിടെ നേരത്തെ നടന്ന സംസാരത്തിൽ പറയുമ്പോൾ ഞാൻ ആദ്യമേ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു. ആ മനുഷ്യർ ഏത് മനുഷ്യരാകട്ടെ ധാർമ്മികതയുടെ മൂല്യവത്തായ, പോസിറ്റീവായ, സത്യസന്ധമായ, ഋജുവായ, നേരായ, ചൊവ്വായ, വക്രതയില്ലാത്ത വഴിയിലേക്ക് തിരിച്ചു വരാനുള്ള ഇസ്ലാമിന്റെ ആദ്യത്തെ പാഠമെന്നത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനെ പഠിക്കലാണ്. കല്ല് കുടിച്ച് നടന്നവർ, ചീട്ട് കളിച്ച് നടന്നവർ, ചൂതാട്ടത്തിലേർപ്പെട്ടവർ, പെണ്ണ് പിടിച്ചവർ തൗഹീദിലേക്ക് മടങ്ങിയപ്പോൾ അവർ പറയുന്നു, ഇനി ഞങ്ങൾക്ക് വേറെ ഉപദേശം ആവശ്യമില്ല. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വാരിയല്ലുകൾ കൊണ്ട് കോർത്തിണക്കി മൂടിവെച്ചിരിക്കുന്ന കൽബെന്ന് പറയുന്ന നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച, അത് നന്നായാൽ ശരീരമാസകലം നന്നാകുമെന്ന് ഓർമ്മപ്പെടുത്തിയ ആ കൽബ് എന്ന് പറയുന്നതിലേക്ക് തൗഹീദിന്റെ വെളിച്ചമെത്തിയാൽ അധാർമികതയോട് രാജി പറയും, അശ്ലീലതയോട് രാജി പറയും. ഇരുട്ടിന്റെ മറവിൽ വാതിലടച്ച് ജനലടച്ച് തന്റെ ഫോൺ കയ്യിലെടുത്ത് വൃത്തികെട്ട മായാലോകത്തിലേക്ക് കയറിപ്പോകുമ്പോ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അവന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുന്ന, അവന്റെ പേരിൽ അവന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ഒരു ഏകദൈവ വിശ്വാസി എന്ന നിലക്ക് ഇരുട്ടിന്റെ മറവിൽ അന്ധവിശ്വാസത്തിലേക്ക്, തോന്നിവാസത്തിലേക്ക്, അശ്ലീലതയിലേക്ക്, ആഭാസത്തിലേക്ക്, വൃത്തികേടിലേക്ക് പോകാൻ പാടില്ല എന്ന് അവന്റെ മനസ്സ് അവനോട് മന്ത്രിക്കും. ആദ്യത്തെ സ്റ്റെപ്പ്. അതുകൊണ്ട് ഖുർആൻ ഓരോ വ്യക്തിയോട് നിങ്ങൾ പഠിക്കണേ എന്ന് പറയുമ്പോൾ ഖുർആനിന്റെ വചനാമൃതങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്താണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇതറിയാത്ത ആരുമില്ല. നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായന തുടങ്ങണമെന്ന് പറയുന്ന ലോകത്തിലൊരു വേദഗ്രന്ഥം അത് അല്ലാഹുവിന്റെ ഖുർആനല്ലാതെ ഇല്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തൊന്നില്ല. പഠിക്കണേ, വായിക്കണേ, നിങ്ങൾ വായന തുടങ്ങണേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന അല്ലാഹുവിന്റെ വചനാമൃതങ്ങൾ. എങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. ആ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന റബ്ബിന്റെ കലാം 6236 വചനാമൃതങ്ങളുള്ള 114 അധ്യായങ്ങളുള്ള 30 പാർട്ടുകളുള്ള റബ്ബിന്റെ കലാം. പ്രിയപ്പെട്ടവരെ, അതിന്റെ 1/3 അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ പഠിപ്പിക്കാനുള്ളതാണ്. അങ്ങനെ അള്ളാന്റെ വഹ്ദാനിയത്തിനെ പഠിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രദേശത്ത് ദൂരെ നിന്നും അടുത്തു നിന്നും എന്നെ കേൾക്കുന്നവരെ ഖുർആനിന്റെ ഒരു ചോദ്യമുണ്ട്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വൽ ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ?
അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഉത്തരമല്ല എന്നാണ്. ഫിസിക്സ് അറിയുമോ എന്നതല്ല അതിന്റെ ചോദ്യം, കെമിസ്ട്രി അറിയുമോ എന്നതല്ല ചോദ്യം, ബയോളജി അറിയുമോ എന്നതല്ല. അല്ല പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ സയന്റിസ്റ്റുകളുടെ ലോകത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വശങ്ങൾ അറിയുമോ എന്നതല്ല. അതൊക്കെ അറിയണം. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്നുണ്ടാകണം. ബിരുദാനന്ദ ബിരുദങ്ങൾ കരഗതമാക്കിയവരുണ്ടാകണം. അതിലൂടെ നേടിയെടുത്ത ട്രോഫികളും മൊമെന്റുകളും ലിവിംഗ് റൂമിലോ ആളുകൾ കയറി വരുന്ന റൂമിലോ പ്രദർശിപ്പിച്ച് അതിൽ മാത്രം അഭിമാനം കൊള്ളാനുള്ളവരല്ല നമ്മൾ. കിട്ടിയ ഇൽമുകളെ ഹൃദയത്തിനുള്ളിലേക്ക് ഇറക്കി തലച്ചോറിന്റെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുപോയി ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ രാത്രി 3 മണിക്കും 4 മണിക്കും എഴുന്നേറ്റ് ഒരു 3, 5, 7, 9, 11 റക്അത്ത് നമസ്കരിച്ച് ആ സുജൂദിൽ കിടന്ന് അള്ളാഹു ഒരുക്കിയ നരകത്തെ കുറിച്ച് ആലോചിച്ച് റബ്ബ് ഒരുക്കി വെച്ചിരിക്കുന്ന വിശാലമായ സ്വർഗത്തെ കുറിച്ച് ആലോചിച്ച് കണ്ണു നനഞ്ഞുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പറയാൻ നമ്മുടെ മനസ്സ് സമ്മതമായിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയണം. ഇവിടെ പറഞ്ഞില്ലേ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞുപോയ പ്രസംഗം അവസാനിച്ചത്. ആകെ ജീവിച്ചത് 5 വർഷക്കാലമാണ്. 30ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് വന്ന്, അല്ലെങ്കിൽ 31-ൽ വന്ന് 35-ലോ 36-ലോ ലോകത്തിന് വിട പറഞ്ഞു പോകുമ്പോ വരാനിരിക്കുന്ന ലോകത്തിന് മാതൃകകൾ ഒരുപാട് കിട്ടുന്ന വിധത്തിൽ ജീവിതം കൊണ്ട് ധന്യമായ മുഹൂർത്തങ്ങളെ കാഴ്ചവെച്ചുകൊണ്ടാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തിന് വിട പറഞ്ഞു പോകുന്നത്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ അർശ് കുലുങ്ങി എന്ന് പറഞ്ഞത് കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. 70,000 മലക്കുകൾ അന്ന് വരെ ലോകത്തിലേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങാത്ത, ഇനി ലോകം അവസാനിക്കുന്നത് വരെ ഭൂമിയിലേക്ക് ഇറങ്ങുകയില്ല എന്ന് പറഞ്ഞ 70,000 മലക്കുകളെയാണ് അല്ലാഹു തആല സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ മയ്യത്തിന്റെ കൂടെ അനുഗമിക്കാൻ, അതിൽ പങ്കെടുക്കാൻ, സഅദിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞയച്ചത് എന്ന് കളവ് പറയാത്ത തങ്ങളായ മുത്തുനബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ ഖബറിലേക്ക് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ മയ്യത്ത് ഇങ്ങനെ വെക്കുമ്പോ മുത്തുനബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങി, കുടുകുടാ താടിരോമങ്ങളിലൂടെ കണ്ണുനീരുകൾ ഒലിച്ചിറങ്ങിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഏതെങ്കിലും ഒരാൾക്ക് ഖബറിൽ ഞെരുക്കത്തിൽ നിന്ന് ഇളവ് കിട്ടുമായിരുന്നുവെങ്കിൽ ഈ സഅദിന് കിട്ടുമായിരുന്നു. കാരണം റബ്ബിന്റെ അർശ് കുലുങ്ങി. കാരണം സഅദ് ഇബ്നു മുആദിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ജനാസയിൽ പങ്കെടുക്കുവാനും ഇന്ന് വരെ ഭൂമിയിലേക്ക് ഇറങ്ങാത്ത, ഇനി ഒരിക്കലും ഇറങ്ങാൻ സാധ്യതയില്ലാത്ത 70,000 മലക്കുകളെയാണ് അല്ലാഹു തആല പറഞ്ഞയച്ചത്. എന്നിട്ടും സഅദിനുമുണ്ടല്ലോ, മുത്തുനബി കരയുകയാണ്, എന്നിട്ട് സഅദിനുമുണ്ടല്ലോ ഖബറിൽ ഒരു ഞെരുക്കം എന്നാണ് ആര് പറഞ്ഞത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് പള്ളിയുടെ ഭാരവാഹികളെ, പരിസരങ്ങളിലുള്ള പള്ളിയുടെ ഭാരവാഹികളെ, മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന എന്റെ ശബ്ദം കേൾക്കുന്നവരെ, നമ്മയൊക്കെ പള്ളിക്കാടിന്റെ 6 അടി മണ്ണാകുന്ന ഖബർസ്ഥാനിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ പ്രിയപ്പെട്ടവരെ ആലോചിക്കണം, ചിന്തിക്കണം. എല്ലാവരും തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് തിരിച്ചു പോരുമ്പോ നടന്നു പോകുന്ന മനുഷ്യന്റെ കാലടി ശബ്ദം ഖബറിലേക്ക് കേൾക്കുമാർ അവിടേക്ക് മലക്കുകൾ വന്നിട്ട് ചോദ്യം ചോദിച്ചു തുടങ്ങുകയാണ്. റബ്ബുക്കാരാണോ നിന്റെ റബ്ബ്? അല്ലെ, ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോ ഖബറിൽ ഇവിടെ ജീവിതത്തിൽ ധന്യമായ കാര്യങ്ങൾ ചെയ്യാനാവാതെ, കറക്റ്റ് നമസ്കാരം ജീവിതത്തിൽ കൊണ്ടുവരാനാവാതെ, സകാത്ത് കൊടുക്കാൻ അവകാശപ്പെട്ടിട്ടും കൊടുക്കാത്തവനായി പോയവൻ, ദാനധർമ്മങ്ങളിൽ മുഴുകാത്തവൻ, തൗഹീദിന്റെ കാര്യങ്ങൾ കൃത്യത വരുത്താൻ കഴിയാത്തവർ, ബിദ്അത്തിലും അന്ധവിശ്വാസത്തിലും അകപ്പെട്ടു പോയവർ, തൗഹീദ് ജീവിതത്തിൽ നിന്ന് പാടെ അകന്നു പോയവർ, ശിർക്കിൽ അറിഞ്ഞോ അറിയാതെയോ വീണുപോയവർ ആ ഖബറിനുള്ളിൽ കിടക്കുമ്പോ ആരാണോ നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ ഖബറിൽ നിന്നൊരു അട്ടഹാസം ഉയരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹദീസിൽ അങ്ങനെ 3 വട്ടം പ്രയോഗിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ ഖബറിലുള്ള മനുഷ്യൻ ഈ ചോദ്യം ചോദിക്കുന്ന മലക്കിനോട് പറയും, ലാ അദ്രി, എനിക്കറിയില്ല. ആ സമയത്ത് 2 ചെവികൾക്കിടയിൽ, പിറകുവശത്ത് പിരടിയുടെ ഭാഗത്ത് 2 ചെവികൾക്കിടയിൽ അതിശക്തമായ ഒരു അടി ചോദ്യം ചോദിക്കാൻ വന്ന മലക്കുകൾ അടിക്കുമ്പോ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിരിക്കുക ഈ മനുഷ്യൻ മണ്ണിലേക്കങ്ങ് ചേർന്നു പോകും. വീണ്ടും അവനെ എഴുന്നേൽപ്പിച്ച് അടുത്ത ചോദ്യം ചോദിക്കും, ഏതാ നിന്റെ ദീന്? ആരാ നിന്റെ ഇമാമ്? ഉത്തരം പറയാൻ കിട്ടാതെ ലാദിരി എന്ന അട്ടഹാസം ഖബറിൽ നിന്ന് ഉയരുമെന്ന് പറഞ്ഞത് തങ്ങളായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ ഞാൻ ആകെ ഈ സന്ദർഭത്തിൽ ഓതിയ ഒരു ആയത്ത്
പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എന്താ? ഒരു നാട്ടിൽ അള്ളാഹുവിന്റെ ദീന് വിട്ട ആളുകൾ കടന്നു പോകുമ്പോ അരുത് എന്ന് പറയാൻ കൈ ഉയർത്തിയവർ, കൈ കൊണ്ട് തടുക്കാൻ പറ്റുമെങ്കിൽ കൈ കൊണ്ട് തടുത്തവർ, പറയാൻ പറ്റുമേ ഉള്ളൂ എങ്കിൽ നാവ് കൊണ്ട് പറഞ്ഞ് അരുത് എന്ന് പറഞ്ഞവർ, അതിനും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കൽബ് കൊണ്ടെങ്കിലും അവരോട് ആ പ്രവൃത്തിയോട് വെറുപ്പ് തോന്നി മാറി നിന്നിട്ടില്ലെങ്കിൽ അതാണ് ദുർബലമായ ഈമാനിന്റെ വശമെന്ന് പറഞ്ഞ അതെങ്കിലും നമ്മുടെ മനസ്സുകളിൽ ഇല്ലെങ്കിൽ ആ നാടിനെ റബ്ബ് ശിക്ഷിക്കുമെന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അധർമ്മം കാണുമ്പോൾ മിണ്ടാതിരിക്കരുത്. ഞാനത് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ടാകരുത്. നമ്മൾ ആക്രോശത്തിന്റെ ശൈലി നമുക്ക് ആവശ്യമില്ല. ദേഷ്യത്തിന്റെയോ രോഷത്തിന്റെയോ കോപാകുലതയുടെ ശൈലി നമുക്ക് ആവശ്യമില്ല. ഫിർഔൻ എന്ന് പറയുന്ന റംസസ് രണ്ടാമൻ ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ കൊട്ടാരമുണ്ടാക്കി കൊട്ടാരത്തിന്റെ മേൽപ്പാവിൽ കയറി നിന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എവിടെയാണ് റബ്ബ്? ഞാനാണ് ഈ ലോകത്തിന്റെ ഉന്നതനായ റബ്ബ്, അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് വിളിച്ചു പറഞ്ഞ് ഫിർഔൻ എന്ന് പറയുന്ന റംസസ് രണ്ടാമന്റെ കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്ക് തൗഹീദിന്റെ വിളംബരം നടത്താൻ ലോകരക്ഷിതാവായ റബ്ബ് മൂസാ നബിയോട് അതേ പോകാൻ പറയുമ്പോ റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി എന്ന് തുടങ്ങുന്ന ആയത്ത് നിങ്ങൾ കേട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ? പ്രാർത്ഥിച്ച് പടച്ചവനെ മനസ്സിന് വിശാലത കൊണ്ട് റബ്ബേ ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് കൊടുക്കണേ അല്ലാ. എന്റെ സഹായി എന്റെ സുഹൃത്തിനെ സഹോദരനെ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒപ്പം തന്നെ സഹായിക്കണേ അല്ലാ. നാവിന്റെ കെട്ടിക്കുടുക്കടിച്ച് നീ എന്റെ നാവിന്റെ പ്രശ്നങ്ങൾ തീർത്തു തരണേ റബ്ബേ എന്ന നാവിന് കൊഞ്ഞപ്പടുള്ള ആളാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇതെല്ലാം പ്രാർത്ഥിച്ച് ക്ലിയറാക്കി അള്ളാഹു പറഞ്ഞു, ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗ, നിങ്ങൾ രണ്ടുപേരും പോയിക്കോ, ഫിർഔൻ അതിക്രമം ചെയ്തവനാണ്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ യത്ഗ ഖാല ലാ തഖാഫാ ഇന്നനി മഅകുമാ അസ്മഉ വഅറാ. ഇങ്ങനെ തുടർന്നു പോവുകയാണ് സൂറത്ത് ത്വാഹയിൽ. പടച്ചവനെ ഞങ്ങൾക്ക് പേടിയുണ്ട് അങ്ങോട്ട് പോകാൻ. അപ്പൊ അല്ലാഹ് പറഞ്ഞ വാക്കാണ് ഈ പുതിയ പ്രദേശത്ത് എനിക്ക് പറയാനുള്ളത്. റബ്ബ് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടണ്ട. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറയാ, ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറയാ, നിങ്ങൾ രണ്ടുപേരും ഖാല ലാ തഖാ, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ട. അപ്പുറത്ത് ഫിറഔനല്ലേ, എന്തോ ഒരു വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഉടമയല്ലേ, എന്ത് തീരുമാനമെടുക്കാൻ അങ്ങനെ ആജ്ഞാപിക്കുന്ന ആളല്ലേ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ടതില്ല. ഇന്നനി മഅകുമ, നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കല്ല ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്ക് പോകുന്നത്. ഇന്നനി മഅകുമ അസ്മഉ വഅറാ, നിങ്ങൾ രണ്ടുപേരും പോകുന്നു, പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഞാനുണ്ട്, എല്ലാം കേൾക്കുന്നവനായി എല്ലാം കാണുന്നവനായി. ചെല്ലു ഫഖൂല ലഹു ഖൗലൻ ലയ്യിന, മാന്യമായി ഫിർഔനിനോട് തൗഹീദ് പറഞ്ഞു കൊടുക്കൂ. ഫിർഔൻ ചിലപ്പോൾ ഭയപ്പെട്ടേക്കാം, ഫിർഔൻ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ചിന്തിക്കുകയില്ല എന്ന് അല്ലാഹ്ക്കറിയില്ലേ? ഫിർഔൻ നന്നാവില്ല എന്ന് റബ്ബിനറിയില്ലേ? പിന്നെ എന്തിനാ പറഞ്ഞത്? നമ്മൾ ആരുടെ മേലും സീല് വെക്കരുത്. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ വിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അങ്ങ് സീല് വെച്ച് മുദ്ര ചെയ്ത് അടച്ചുപൂട്ടരുത്, ആ അധ്യായം ഒന്ന് ക്ലോസ് ചെയ്യരുത്. അല്ലാഹ് പറയാ, ഫിർഔൻ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഫിർഔൻ ചിലപ്പോൾ ആലോചിച്ചേക്കാം, ഭയപ്പെട്ടേക്കാം. അതുകൊണ്ട് നമ്മൾ ആരെയും ക്ലോസ് ചെയ്യരുത്, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന അർത്ഥത്തിൽ സംസാരിക്കരുത്. ആരുമാകാം, നിങ്ങളെ വിറപ്പിക്കാൻ ശക്തിയുള്ള വലിയ വലിയ അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുന്നവരാകാം, അധികാരത്തിന്റെ ചെങ്കോല് പിടിക്കുന്നവരാകാം. പറയൂ ധൈര്യമായി തൗഹീദിന്റെ പ്രഖ്യാപനം. അവന്റെ മനസ്സിലാകാം, അവന്റെ മനസ്സിലാകാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇപ്പൊ കൊന്നുകളയുമെന്ന് വിചാരിച്ച് ഊരിപ്പിടിച്ച വാളുമായി പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ഖത്താബിന്റെ മകൻ, പ്രിയപ്പെട്ടവരെ, എന്ത് വലിയ ദാർഢ്യക്കാരനായിരുന്നു. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന രാജപാതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ ഒരു വെണ്ണ പോലെ ഉരുകിയൊലിക്കുന്ന, പൊട്ടിക്കരയുന്ന, വിങ്ങി വിങ്ങിക്കരയുന്ന ഈ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉമർ, ഈ നദീതീരത്ത് എവിടെയെങ്കിലും ഒരു ആട്ടിൻകുട്ടി വെള്ളം കിട്ടാതെ ചത്തുപോയാൽ ഞാൻ നാളെ പരലോകത്ത് ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞവനായി ഗോതമ്പിന്റെ ചാക്ക് തോളിലേറ്റി പാതിരാത്രിയിൽ പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ലോല മനസ്സിന്റെ ഉടമയായി മാറിയത് ഈ തൗഹീദിന്റെ വെളിച്ചം ഹൃദയത്തിന്റെ അകത്തലങ്ങളിലേക്ക് കയറി ചെന്നതാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ മുഴുവൻ വിഷയത്തിനുമുള്ള പരിഹാരം തൗഹീദ് പഠിക്കുക എന്നതാണ്. അതാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് ഇങ്ങനൊരാമുഖം നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. ആ തൗഹീദ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നാൽ
പിന്നെ നമുക്കൊന്നും ഭയപ്പെടാനില്ല. ഇനി തൗഹീദിലേക്ക് വേഗം കയറി എന്റെ ചെറിയ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവാൻ ആഗ്രഹിക്കുകയാണ്. സർവശക്തനായ റബ്ബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ തൗഹീദിന്റെ വെളിച്ചം പഠിപ്പിക്കുമ്പോൾ മുത്തുനബിയുടെ തിരുനാവ് കൊണ്ട് പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം വളരെ വളരെ അപരിചിതത്വത്തിൽ നിന്നുണ്ടായതാണ്. എങ്ങനെ? വളരെ വിരലെണ്ണാവുന്ന ആളുകൾ, പാവപ്പെട്ടവരാണ് മുത്തുനബിയിലേക്ക് ഓടി വന്നത്. അടിമകളായ ബിലാലിനെ പോലെയുള്ളവരാണ് ഓടി വന്നത്. അപരിചിതത്വത്തിൽ നിന്നാണ് മുത്തുനബിയുടെ മുമ്പേ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ചത് ഇസ്ലാമാണ്. പക്ഷേ അതിനിടയ്ക്ക് വലിയൊരു സമയം വിടവുണ്ടായല്ലോ. 600 കൊല്ലം യേശുക്രിസ്തു ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കഴിഞ്ഞിട്ട് 600 കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രവാചകൻ, അവസാനത്തെ പ്രവാചകൻ, ഒടുവിലത്തെ പ്രവാചകൻ വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു കാലയളവ്, ഒരു വിടവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പുതുതായി തുടങ്ങുന്നത് പോലെ ആളുകളുടെ മുന്നിലേക്ക് തൗഹീദ് പറയേണ്ടി വന്നു. അതുകൊണ്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഗരീബ ഫതൂബാ ലിൽ ഗുർബാ. എന്താണ് പറഞ്ഞത്? ഇതൊരു അപരിചിതത്തിൽ നിന്ന് ഉണ്ടായതാണ്. വിരലിലെണ്ണാവുന്ന, പരിചയമില്ലാത്തതുപോലെ ആളുകൾ ഇങ്ങനെ അത്ഭുതം കൂറി കേട്ട ഒരു ചരിത്ര സംഭവമാണ് മുത്തുനബി കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്നത്. അതേ അവസ്ഥയിലേക്ക് ദീന് മടങ്ങും. അന്ന് ഉറബാക്കൾക്ക് മംഗളം, വെൽക്കം, സ്വാഗതം എന്ന് പറഞ്ഞു. ആരാണ് ഈ ഉറബാക്കൾ? അവർ കേടുവന്നതിനെ നന്നാക്കാൻ വേണ്ടി സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി. ഞങ്ങളൊക്കെ നിരന്തരമായി ഒരു ദിവസം പോലും പ്രിയപ്പെട്ടവരെ റെസ്റ്റ് എടുക്കാതെ ഈ ദീനിനു വേണ്ടി, ഈ തൗഹീദിന്റെ വെളിച്ചം സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി ഓടി നടക്കുന്നത് അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ച് മാത്രമാണ്. സത്യം, ഉറക്കവും ഊണവും ഒഴിച്ച് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത് റബ്ബിന്റെ ദീനിന്റെ, ഈ തൗഹീദിന്റെ മഹിമ എത്താത്ത പ്രദേശങ്ങളിലേക്ക് എത്തിക്കണേ. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ തൗഹീദിന്റെ വിളംബരം ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള സർവശക്തിയും അല്ലാഹുവിന്റെ ശക്തി കൊണ്ട്, അവന്റെ ഭാരമായ കാരുണ്യം കൊണ്ട് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഖുർആനിലൂടെ തൗഹീദിന്റെ വചനാമൃതങ്ങൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞു പോകുമ്പോ ഒരു സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നത്, വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫകഅന്നമാ ഖറ മിനസ് സമാ. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കണില്ല, ചില ആളുകളുടെ പ്രസംഗം കേൾക്കുമ്പോ എങ്ങനെയാണ് ഈ വലിയ പണ്ഡിതനായി അറിയപ്പെടുന്ന ആൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്? എങ്ങനെ പറയാൻ കഴിയുന്നത്? എന്താ കാരണം അറിയോ? തൗഹീദ് പോയാൽ പിന്നെ നാവിന്റെ കൺട്രോള് പോകും, ശരീരത്തിന്റെ കൺട്രോള് പോകും. ശിർക്ക് വെച്ചവരുടെ ഉപമ ഖുർആൻ പറയുന്നത് എങ്ങനെയെന്നറിയോ? വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെച്ചാൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, അവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. ആകാശത്തു നിന്ന് വീണാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? എങ്ങോട്ട് പോകുമെന്നറിയില്ല, എവിടെ ചെന്ന് പതിക്കുമെന്നറിയില്ല, എവിടേക്ക് ചെന്ന് വീടുമെന്നറിയില്ല. എന്നിട്ട് ഖുർആൻ പറയാ അവന്റെ അവസ്ഥ വിജനമായ സ്ഥലത്ത് അവനെ കാറ്റി തള്ളിക്കൊണ്ടുപോയി, ഏതോ ആരാരുമില്ലാത്ത ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി തള്ളിയിട്ടേക്കാം. അതല്ലെങ്കിൽ വല്ല വലിയ പക്ഷികൾ വന്ന് അവനെ റഞ്ചിക്കൊണ്ടുപോയേക്കാം, കൊത്തി വലിച്ച് കീറിയെടുത്തേക്കാം. എന്താ? അവൻ ആകാശത്തു നിന്ന് പിടുത്തം വിട്ടവനെ പോലെയാണ്. ഇപ്പോൾ അവൻ യാത്ര ചെയ്യുന്നത് ഫ്ലൈറ്റിലല്ല, മറിച്ച് അവൻ പിടുത്തം വിട്ട് വീണിരിക്കുന്നു. ഇനി എവിടേക്ക് പോകണമെന്നറിയില്ല. തൗഹീദ് നഷ്ടപ്പെട്ടവന്റെ ഉപമയാണ് പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് പറയുന്നത്. അതുകൊണ്ട് നാവിലൂടെ പുറത്തു വരുന്ന വാക്കുകൾ എന്തുമാകാം. CM-നെ കുറിച്ച് ആളുകൾ പറയുന്നത് മാലിക്കുൽ മുലൂക്കാണ്. നിഷ്പക്ഷമായി ഈ പള്ളിയുടെ ഉദ്ഘാടന വേളയിൽ ഇവിടെ നടക്കുന്ന പ്രസംഗം കേൾക്കാനെത്തിയ നാട്ടുകാരോട് ഞാൻ ചോദിക്കുകയാണ്, രാജാതിരാജനായ ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ് CM എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ, മനസ്സുകൊണ്ട് പറ. ഒരാളെയും വേദനിപ്പിക്കാനല്ല ഞാൻ ചോദിക്കുന്നത്. മാലിക്കുൽ മുലൂക്ക്. നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടി നിന്ന് പറയുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ. ആ CM-നെ കുറിച്ച് ചിത്തടിമിത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മരിച്ചുപോയ ഉസ്താദിനെ കുറിച്ച് പറയുന്നത് മാലിക്കുൽ മുലൂക്കാണ്. CM രാജാതിരാജനാണ്.
അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് അതിനും മുകളിലേക്ക് ഉയർത്തി വെക്കുമ്പോ അരുത് എന്ന് പറയാൻ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ പോലെയാണ് അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ജീവിച്ചു മരിച്ചുപോയ അദ്ദേഹത്തിന്റെ കാലിന്റെ തള്ളവിരൽ പടുത്ത് അതുപോലും ചികിത്സിക്കാനാവാതെ കാലിന്റെ തള്ളവിരൽ പടുത്തൊലിച്ച് മരിച്ചുപോയ പോരാ, മാനസികമായ വിഭ്രാന്തി സംഭവിച്ച് മരിച്ചുപോയ, അതിനുപോലും ഒരു ചികിത്സ കണ്ടെത്താനാവാതെ ലോകത്തിന് വിട പറഞ്ഞു പോയ CM എന്ന് പറയുന്ന ഉസ്താദിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്തിന്റെ മാലിക്കുൽ മുലൂക്കാണ് എന്ന് അംഗീകരിക്കാനാകുമോ? കേട്ടില്ലെന്ന് നടിക്കാനാകുമോ? കണ്ടില്ലെന്ന് നടിക്കാനാകുമോ? മിണ്ടാതിരുന്നുകൂടെ എന്ന് പറയാനാകുമോ? ഈ അധർമ്മത്തിനെതിരെ പറയാതെ, ഈ നാട്ടിൽ നടക്കുന്ന കള്ളിനെതിരെ പറയുമ്പോ, ഇവിടെ നടക്കുന്ന ചൂതാട്ടത്തിനെതിരെ പറയുമ്പോ, ആ വ്യഭിചാരത്തിനെതിരെ പറയുമ്പോ, നരകം ഉറപ്പാക്കുന്ന, നരകം ഉറപ്പാണെന്ന് പറയുന്ന എന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയുന്ന, ആര് ശിർക്ക് ചെയ്തോ അവൻ നരകത്തിലാണ് എന്ന് ആശങ്കകൾക്കിടമില്ലാതെ ഖുർആൻ പ്രഖ്യാപിക്കുന്ന ഈ കടുത്ത പാപമാകുന്ന ശിർക്ക് വിളിച്ചു പറയുമ്പോ മിണ്ടാതിരിക്കണമെന്നതാണോ മനുഷ്യരെ നമ്മുടെ ഭാഷ? കേട്ടില്ലെന്ന് നടിക്കണോ? കണ്ടില്ലെന്ന് നടിക്കണോ? അറിഞ്ഞില്ലെന്ന് അതുപോലെ നാട്യം കാണിച്ച് ജീവിക്കണോ? അഭിനയിച്ച് ജീവിക്കണോ? അരുത് മുസ്ലിങ്ങളെ, അരുത്. അത് തെറ്റാണെന്ന് വിളിച്ചു പറയാൻ ഓർജവം കാണിക്കണം. യൂത്തന്മാരെ, യുവാക്കളെ, നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് മുന്നിൽ, രാഷ്ട്രീയ പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഈ ചെറിയ കൊച്ചു അങ്ങാടിയിൽ നിങ്ങൾ മുട്ടുചുരുട്ടി വായുവിലിറങ്ങ് നിങ്ങളുടെ ആരോഗ്യത്തോടു കൂടിയുള്ള പ്രകടനങ്ങൾ നടത്തുമ്പോ ലോകൈകനാഥനായ രക്ഷിതാവിന്റെ തൗഹീദിന് വേണ്ടി ഒരക്ഷരമുറിയാണ് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം എന്തിനാ? ചിന്താശക്തിയുള്ള കൽബെന്തിനാ? ഈ തലച്ചോറ് എന്തിനാ? ഈ കൈകാലുകൾ എന്തിനാ? ആരോടും വിപ്ലവം ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ആരോടും ബഹളം ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അരുതെന്ന് പറയാനുള്ള മാനസികമായ ഒരു മാനുഷികമായ ഒരവസ്ഥ നമുക്കില്ലാതെ പോയാൽ പിന്നെന്തിനാണ് റബ്ബ് നമുക്ക് ഈ ആരോഗ്യം നൽകിയത്, ഈ ബുദ്ധി നൽകിയത്? ചിന്തിക്കണ്ടേ? മൃഗങ്ങളെ പോലെയാണോ നമ്മള്? ഖുർആൻ പറഞ്ഞില്ലേ, ചില ആളുകൾക്ക് കൽബുണ്ടായിട്ടും ആലോചിക്കുന്നില്ല. അവർക്ക് കൽബുണ്ട്, ലഹും ഖുലൂബ്, അവർക്ക് കൽബുകളുണ്ട്, ആ കൽബ് കൊണ്ട് വേണ്ടത് ചിന്തിക്കുന്നില്ല. വലഹും ആദാനുൻ, അവർക്ക് കർണപുടങ്ങളുണ്ട്, ശ്രവണപുടങ്ങളുണ്ട്, ചെവികളുണ്ട്, പക്ഷേ ലയസ്മഉന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കുകയില്ല. വലഹും അയ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്, ലയുബ്സിറുന ബിഹാ, കാണേണ്ടത് കാണുകയില്ല. ഉലൈക കല്ലൻആം, അവർ നാക്കാലികളെ പോലെയാണ്. ബൽ ഹും അളൽ, നാക്കാലി പോലും അതിനേക്കാൾ ഉഷാറാണ്, നാക്കാലികളെക്കാൾ മോശമാണ്, നാക്കാലികളെക്കാൾ മോശമാണ്. 8ാം ക്ലാസ്സിലും 9ലും പഠിക്കുന്ന കുട്ടിയോട് പ്രേമചാബല്യം പറഞ്ഞ് കുട്ടി നിരാകരിക്കുമ്പോ ബൈക്കിൽ കയറ്റി അതേ അഡ്ജസ്റ്റ്മെന്റ് വർത്തമാനങ്ങൾ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ഇതാ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളക്കരയിലെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള കുറ്റിക്കാട്ടിൽ ആ കുട്ടിയെ ഷാല് മുറുക്കി കൊന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോ ബലാത്സംഗത്തിന് കുട്ടി ഇരയായിരിക്കുന്നു. ഒരൊറ്റ ഡൗട്ടേ ഉള്ളൂ, അത് മരണത്തിന് മുമ്പാണോ മരണത്തിന് ശേഷമാണോ? ആ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നു. മരിച്ചാൽ പോലും ഒരു 8ലും 9ലും പഠിക്കുന്ന കുട്ടിയുടെ ബോഡി പോലും കാമവൈകൃതങ്ങൾക്ക് മുമ്പിൽ വിട്ടുകൊടുക്കാത്ത പുതിയ തലമുറയോട്, പൈശാചിക യുവത്വത്തോട് എന്ത് പറയാനുണ്ട്? പ്രതി ആര് എന്ന് അന്വേഷിക്കുമ്പോ +1കാരനായ 16കാരനാണ് എന്ന് പറയുമ്പോ നമ്മുടെയൊക്കെ ഹൃദയമൊന്ന് നടുങ്ങിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ എങ്ങനെയൊക്കെ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, എങ്ങനെയൊക്കെ കോളേജിന്റെ ക്യാമ്പസുകളിലേക്ക്, എങ്ങനെയൊക്കെ നമ്മൾ അപ്പുറമുള്ള ക്യാമ്പസുകളിലേക്ക് എന്ന് ഓരോ മാതാപിതാക്കളും ഇങ്ങനെ അറിയാതെ സ്വന്തം മനസ്സിനോട് ആത്മഗതം ചെയ്ത് ചോദിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. സാന്ദർഭികമായി ഞാൻ പറഞ്ഞത് അതാ, മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപതിച്ചു പോകും. ഒരു മൃഗവും മറ്റൊരു മൃഗത്തെ കുത്താൻ തള്ളിയിടാൻ കാത്തു നിൽക്കാറില്ല. അവർ കുത്തുകൂടാറുണ്ട്, പക്ഷെ പക വീട്ടാൻ കാത്തിരിക്കാറില്ല. 20 കൊല്ലം മുമ്പ് വാപ്പയോട് പറഞ്ഞ വാക്കിന് പകരം വീട്ടാൻ കാത്തിരുന്ന് 20 കൊല്ലത്തിന് ശേഷം അവസരം കിട്ടുമ്പോ ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യന്റെ മനസ്സെത്ര മലീമസമാണ്, എത്ര മലീമസമാണ്. പകരം വീട്ടുന്ന, പക വീട്ടുന്ന, കോപം തീർക്കുന്ന നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി തന്റെ കടാര മറ്റൊരുത്തന്റെ കടുത്തിലേക്കും ശരീരത്തിലേക്കും കുത്തിയിറക്കുന്ന ആൾക്കൂട്ടങ്ങൾക്ക് മുമ്പിൽ വെച്ച് അഭിമാനമെന്ന് പറയുന്ന ഏറ്റവും വലിയ ആ കാര്യത്തെ തല്ലിത്തകർക്കുന്ന മനുഷ്യന്റെ സംസാരങ്ങളെയും മനുഷ്യന്റെ ശബ്ദങ്ങളെയും നമ്മളൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ മൃഗങ്ങളോട്. അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, ബൽ ഹും അളൽ, മൃഗങ്ങളെക്കാൾ അധപതിച്ചു പോയിരിക്കുന്നു മനുഷ്യർ. കൽബുണ്ടായിട്ട് കാര്യമില്ല.
അതുകൊണ്ട് മനുഷ്യരെ കൽബ് പടച്ചോൻ നമുക്ക് നൽകിയതാ. മൃഗങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. പശു പ്രസവിച്ച് കുട്ടി വലുതായി, അതൊരു നല്ല മൂരിയാണ്, നല്ല ഒരു കാളയാണ്. തള്ള പശുവിന്റെ മുകളിൽ ചാടിക്കയറും. എന്നെ പ്രസവിച്ച അമ്മയാണെന്ന ബോധം ഈ കാളയ്ക്ക് ഉണ്ടാവില്ല. അത് മൃഗങ്ങളുടെ ലോകത്തില്ല. പക്ഷെ നമുക്ക് ഉമ്മയാണ്, ബാപ്പയാണ്, പെങ്ങളാണ്, തിരിച്ചറിവിന്റെ ലോകമുണ്ടാകണം. കല്യാണം വിലക്കിയവരുണ്ട്. മൃഗങ്ങളുടെ ലോകത്ത് അങ്ങനെ ഒരു ജോഡിയാകുന്നതിന് വിലക്കുകളില്ല. ചിലപ്പോ ഈ അമ്മയിൽ നിന്ന് പ്രസവിച്ചു വന്ന കുഞ്ഞു തന്നെ ഇടയായി മാറും. മൃഗങ്ങളെക്കാൾ അധപതിച്ചു പോകും. ഞാൻ ഒരു വാക്ക് ലിബറലിസ്റ്റുകളുടെ വാക്ക് പറയട്ടെ. അവർ ലോകത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ, നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെ, സിസ്റ്ററിനെ, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈംഗികമായി ഉപയോഗിക്കാം. പക്ഷെ ഒരൊറ്റ കണ്ടീഷനേ ഉണ്ടാവൂ. വലിയ തോളിൽ സഞ്ചി തൂക്കി മുടി നീട്ടി ഞങ്ങളൊക്കെ ലോകത്തിലെ വലിയ കേരളത്തിലെ സയന്റിസ്റ്റുകളാണ് എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ വലിയ ശാസ്ത്രീയമായ അറിവുകളുള്ളവരാണ്, മതത്തിന്റെ മേലാപ്പ് പേറിയവർ, അറിവില്ലാത്തവരാണ്, വിജ്ഞാനമില്ലാത്തവരാണ്. അവരുടെ സ്ത്രീകളെ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? പർദ്ദയാകുന്ന, മഫ്തയാകുന്ന, സെലഫി മഫ്തയാകുന്ന ചാക്കിൽ ഇറക്കി കെട്ടി സൗന്ദര്യത്തെ മൂടിക്കെട്ടുന്നവരാണ്. മതത്തിന്റെ മേലാപ്പ് പൊട്ടിച്ചെറിഞ്ഞ്, ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് ഫ്രീഡം പറയുന്ന, ഞങ്ങളുടെ ലിബറൽ ലോകത്തേക്ക് വരാൻ തയ്യാറുണ്ടോ എന്ന് പച്ചക്ക് പ്രസംഗിക്കുന്ന, ഈ സഞ്ചിയും തൂക്കി നടക്കുന്ന, മുടി നീട്ടി നടക്കുന്ന, ഞങ്ങളൊക്കെ ബുദ്ധിജീവികളാണ് എന്ന് പറയുന്നവർ കേരളക്കരയിൽ വലിയൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് പുതിയ തലമുറയോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയെ ഉപചരിക്കാം, നിങ്ങളുടെ പെങ്ങളെ ഉപചരിക്കാം, നിങ്ങളെ മോളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. പക്ഷെ ഒരൊറ്റ കണ്ടീഷനെ നിങ്ങൾക്കുണ്ടാകാവൂ. അതിലൊരിക്കലും കുട്ടിയുണ്ടാവരുത് എന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്ന് പച്ചക്ക് പറയുന്ന ഈ തമ്മാടികളാണ് ഞങ്ങളോടും നിങ്ങളോടും മനുഷ്യലോകത്തോട് പറയുന്നത്. ഈ വൃത്തികെട്ട ചെകുത്താന്മാരാണ് നമ്മുടെ പുതിയ തലമുറയോട് പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ ഫ്രീഡത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് എന്ന്, ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് വിജ്ഞാനത്തിലേക്കാണ് എന്ന്, ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത് അറിവിന്റെ ലോകത്തേക്കാണ് എന്ന്. നിങ്ങൾ വിളിക്കുന്ന അറിവ് കാപട്യത്തിന്റെയും പൈശാചികതയുടെയും അറിവാണ് എന്ന് വിളിച്ചു പറയാൻ മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിലും ഈ കർണാടകയുടെ മണ്ണിലും തമിഴ്നാടിന്റെ മണ്ണിലും ഒരുപാട് സ്റ്റേജുകൾ കെട്ടിക്കഴിഞ്ഞു. ആളുകളെ ഉത്ബുദ്ധരാക്കാൻ ഒരു തൗഹീദിന്റെ വിളംബരം മാത്രമല്ല, ഈ മനുഷ്യലോകത്തെ കാർന്നു തിന്നുന്ന അധാർമികതയുടെ, തിന്മയുടെ, ആഭാസത്തിന്റെ, തോന്നിവാസത്തിന്റെ, വൃത്തികേടിന്റെ മറാപ്പുകളിൽ നിന്ന് പുതിയ തലമുറയെ ധർമ്മത്തിന്റെ, നീതിയുടെ, സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അത് കേൾക്കാൻ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലുള്ളവരെ, നിങ്ങൾക്കിനിയും അവസരങ്ങളുണ്ട്. ഈ പള്ളിയുടെ വെള്ളിയാഴ്ചത്തെ മിമ്പറിൽ 20-25 മാക്സിമം 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ജുമയുടെ ഖുത്ബ മറ്റന്നാൾ മുതൽ തുടങ്ങുമ്പോ ഒന്ന് കാതോർക്കുക, ഒന്ന് വന്ന് കേട്ടിരിക്കുക. നിങ്ങൾക്ക് ഓരോ വെള്ളിയാഴ്ചയും വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നത് പോലെ നിങ്ങളുടെ കൽബിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ചിന്തയിലേക്ക്, ചിന്താമണ്ഡലങ്ങളിലേക്ക് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ച്, ജീവിതത്തിന്റെ ഏറ്റവും നല്ല സുതാര്യമായ മാർഗങ്ങളെ കുറിച്ച്, ജീവിതത്തിന്റെ ശൈലിയെക്കുറിച്ച്, ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഖുതുബകൾ നിങ്ങൾക്ക് ഈ പള്ളിയിൽ നിന്ന് കേൾക്കാൻ പറ്റും. നിങ്ങളെ വിളിക്കുന്നു ഞങ്ങൾ, നിങ്ങളെ ക്ഷണിക്കുന്നു ഞങ്ങൾ ഏറ്റവും ഹൃദ്യമായി അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക്. അതിനായി ഈ പള്ളിയുടെ ഉദ്ഘാടന ദിവസം ഇങ്ങനൊരു പബ്ലിക് പ്രോഗ്രാം ഇവിടെ നടത്തുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് കയറി നിന്ന മിമ്പർ പോലെ ഈ പള്ളിയുടെ കൊച്ചു മിമ്പറിൽ കയറി നിന്ന് ഹംദും സ്വലാത്തുമൊക്കെ കൃത്യമായി അറബിയിൽ ചൊല്ലിപ്പറഞ്ഞ് മുഅ്മിനുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അറബിയിൽ ഉച്ചരിച്ചുകൊണ്ട്, എന്നാൽ അതിന്റെ വിഷയത്തിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ, മലയാളത്തിലോ കർണാടകക്കാർക്ക് തിരിയുന്ന ഭാഷയിലോ ഇവിടെ വെച്ച് അവതരിപ്പിക്കുന്നത് മനുഷ്യരെ ജുമഅക്ക് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും കിട്ടാനാണ്. പ്രവാചകന്റെ ഖുതുബയെ കുറിച്ച് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ മറ്റുള്ള സഹാബ വനിതകൾ, സഹാബികൾ ലോകത്തെ അറിയിച്ചത് എന്തെന്നറിയുമോ? അവിടുത്തെ ഖുതുബ 2 ഖുതുബയായിരുന്നു. യജ്ലിസു ബൈനഹുമാ, ആ 2 ഖുതുബകൾക്കിടയിൽ മുത്തുനബി ഒന്ന് ഇരിക്കും, വീണ്ടും എഴുന്നേറ്റ് ഖുതുബ നിർവഹിക്കും. യഖറഉൽ ഖുർആൻ, എന്നിട്ട് മിമ്പറിൽ വെച്ച് ഖുർആന്റെ ആയത്തുകൾ ഓതും. വയുദക്കിറുൻ നാസ്, എന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അരുത് എന്ന് പറയും. ചില ഖുതുബകൾ നടക്കുമ്പോൾ മുത്തുനബിയുടെ കണ്ണ് ചുമക്കും. ഒരു സൈനിക നേതാവിനെ പോലെ പ്രവാചകൻ ഇങ്ങനെ പ്രൗഢമായി ഗാംഭീര്യത്തോടു കൂടി സംസാരിക്കും. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ. മഹാനായ 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തിന്റെ മുമ്പിൽ എഴുതി വെച്ച ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഖുതുബയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, മഖ്സൂദുൽ ഖുതുബ, ഖുതുബയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അൽ വഅലു, ഉപദേശമാണ് എന്ന്. ആ ഉപദേശമാണ് ഈ മിമ്പറിൽ നിന്ന് കിട്ടുക. ആ ഉപദേശമാണ് ഈ മിമ്പറിൽ നിന്ന് മനുഷ്യലോകത്തിന് വേണ്ടി കൊടുക്കുക.
കൊടുക്കുക. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഹൃദ്യമായി ക്ഷണിക്കുന്നു. റബ്ബിന്റെ വീട്ടിലേക്ക് വെള്ളിയാഴ്ച ദിവസം എല്ലാ ജമാഅത്തിനും പോരാ, ജുമഅക്ക് പ്രത്യേകിച്ച് ഒരു 20-25 മിനിറ്റ് അള്ളാഹുവിന്റെ ദീന് കേൾക്കാൻ. പാൻപരാഗ് തിന്നുന്നവർ, ഗുടുക്ക തിന്നുന്നവർ, കഞ്ചാവടിക്കുന്നവർ, MDMA പോലും ജീവിതത്തിൽ അറിയാതെയോ അറിഞ്ഞോ രുചിച്ചു പോയവർ, മുസ്ലിം പേരിട്ടവർ, അവർ വെള്ളിയാഴ്ച പണ്ഡിതന്മാരെ നിങ്ങളുടെ പള്ളിയിൽ വന്നിരിക്കും. അവർക്ക് മനസ്സിലാകുന്നില്ല. ഇമാം മിമ്പറിൽ കയറി 10-15 മിനിറ്റ് അറബിയിൽ ഓതി കേൾപ്പിക്കുന്ന ഖുതുബ കേട്ടിട്ട് ചെറുപ്പക്കാർക്ക് മാറ്റമുണ്ടാവില്ല. കാരണം അവർക്ക് എന്താണ് പറയുന്നതെന്നറിയില്ല. അവർ അറബി പഠിച്ചവരല്ല. അറബിയുടെ അക്ഷരങ്ങൾ, വാക്കുകൾ അറിയുമെങ്കിലും അതിന്റെ ആശയം അറിയില്ല. എന്നാൽ ഇതുപോലെയുള്ള സലഫി പള്ളികളിൽ നിന്ന് നിങ്ങളുടെ യുവാക്കൾ, നിങ്ങളുടെ മക്കൾ കള്ളു കുടിച്ചു പോയവർ, ചീട്ട് കളിച്ചു പോയവർ, പെണ്ണിനോട് മര്യാദകേട് സംസാരിച്ചു പോയവർ, പെരുമാറിപ്പോയവർ, അവർ ഈ പള്ളിയിൽ വന്നിരുന്നാൽ അതിന്റെ ഗൗരവം ഇങ്ങനെ കേൾക്കുമ്പോ, നരകത്തിന്റെ അഗാധഗർത്തത്തെ കുറിച്ച് കേൾക്കുമ്പോ, കത്തിജ്വലിക്കുന്ന ജഹീമിനെ കുറിച്ച് കേൾക്കുമ്പോ, ഓളിക്കത്തുന്ന ജഹന്നമിനെ കുറിച്ച് കേൾക്കുമ്പോ, പ്രിയപ്പെട്ടവർ ആർപ്പു വിളികൾ മാത്രം കേൾക്കുന്ന ആ ലവാ എന്ന നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ, ഹുത്തമയെ കുറിച്ച് കേൾക്കുമ്പോ, പ്രിയപ്പെട്ടവരെ വൈലിനെ കുറിച്ച് കേൾക്കുമ്പോ, അന്നാർ എന്ന് പറയുന്ന നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ നനയാത്ത കണ്ണുകൾ നനഞ്ഞു പോകും, ചിന്തിക്കാത്ത കൽവുകൾ ചിന്തിച്ചു പോകും, കേൾക്കാത്ത കാതുകൾ, അടഞ്ഞുപോയ കാതുകൾ തുറന്നു പോകും. അതിനുവേണ്ടിയാണ് റബ്ബിന്റെ പള്ളി. എന്തിനാ പള്ളി? കുറെ പള്ളികളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്കൊരു പള്ളിയുണ്ടെന്ന് പറയാനില്ല. പിന്നെയോ ഏറ്റവും നല്ല സഖാഫത്ത് മുസ്ലിം ഉമ്മത്തിനുണ്ടാക്കി കൊടുക്കാൻ, മനുഷ്യരുടെ മുമ്പിൽ വായിച്ച് അർത്ഥം പഠിച്ച് ജീവിതത്തെ ധന്യമാക്കാനുള്ള അള്ളാഹുവിന്റെ ഖുർആൻ, പ്രിയപ്പെട്ടവരെ അതിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും അവര് കേട്ടു പഠിച്ച ഹദീസുകളെ അർത്ഥസഹിതം കേട്ട് മുന്നോട്ട് പോകാൻ സാന്ദർഭികമായി ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. അതിനുവേണ്ടിയാണ് ജുമയുടെ ഖുത്ബ മലയാളത്തിലോ അല്ലെങ്കിൽ നാട്ടിലെ ഭാഷയിലോ നടത്തുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോയ ബാംഗ്ലൂരിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബയില്ലേ? കേരളത്തിൽ, ഇന്ത്യയുടെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബയില്ലേ? UAE ദുബായിൽ പടച്ചവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പ്രിയപ്പെട്ടവരെ ദേരാ ദൽമൂഖ് മസ്ജിദിൽ ധാരാളം ഖുത്ബകൾ നടത്താൻ പടച്ചവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. എനിക്കുറപ്പിച്ചു പറഞ്ഞുകൂടെ? UAE ഗവൺമെന്റ് ആ ദുബായിലെ ദേരാ ദൽമൂഖ് വെസ്റ്റ് ഹോട്ടലിന്റെ പിറകിലുള്ള ദൽമൂഖ് മസ്ജിദിൽ പോരാ, അല്ലാത്ത ദിവസങ്ങളിൽ ഇശാ കഴിഞ്ഞാൽ ഇഷ്ടികപ്പള്ളിയിൽ, നാസർ സ്ക്വയറിലെ ഇഷ്ടികപ്പള്ളിയിൽ, ഖാലിദ് മസ്ജിദിൽ, ഫുതൈ മസ്ജിദിൽ, കണ്ണാടിപ്പള്ളിയിൽ, 5 പള്ളികളിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ ഔഖാഫിന്റെ പെർമിഷനോടുകൂടി 3 വർഷം ആ പള്ളികളിൽ ക്ലാസ് എടുക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു സുഹൃത്താണ് ഞാൻ. മലയാളത്തിൽ ഇവിടെ ഖുത്ബ നടത്താൻ, ഒരുപാട് ഖുത്ബകൾ നിർവഹിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു എളിയ സുഹൃത്ത്, പ്രബോധകനാണ് ഞാൻ. എന്തിനാ ഇത് പറഞ്ഞത്? അവിടെ മലയാളത്തിൽ ഖുത്ബ നടക്കുന്നു, ഷാർജയിൽ നടക്കുന്നു, ഇംഗ്ലീഷിൽ ഖുത്ബ നടക്കുന്നു. ഇല്ലേ? എന്തിനാണത് അനുവദിച്ചു കൊടുക്കുന്നത്? ആളുകൾക്ക് എന്തെങ്കിലും മനസ്സിലാവാനാണ്. ജയിലുകൾക്കുള്ളിൽ ജുമ നടക്കുന്നുണ്ട്, അവിടെ അറബിയിലാണോ പറയുന്നതല്ല, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ കിടക്കുന്ന ആളുകളുടെ മനസ്സിന് മാറ്റമുണ്ടാകണം, റബ്ബിന്റെ ദീനിനെ കുറിച്ച് ചിന്തിക്കണം, പഠിക്കണം. അതിനുവേണ്ടിയാണ് മനുഷ്യർക്കറിയുന്ന ഭാഷയിൽ അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇസ്ലാമിന്റെ മർമ്മം എന്താണ് പ്രിയപ്പെട്ടവരെ? ഇസ്ലാമിന്റെ മർമ്മം എന്താണ്? അത് റബ്ബിന്റെ വഹ്ദാനിയത്താണ്. അതുകൊണ്ടായി ഈ പള്ളി ലോകത്തിലെ മുഴുവൻ പള്ളികളും എന്ത് ഖുർആനിന്റെ ആയത്ത് ഓതി ഉദ്ഘാടന സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്? നേരത്തെ പറഞ്ഞില്ലേ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ഒരാളെയും പള്ളിക്കുള്ളിൽ വെച്ച് വിളിക്കരുത് എന്ന് പറഞ്ഞാൽ പള്ളിക്ക് പുറത്തു പറ്റുമെന്നാണോ? അല്ല, അങ്ങനെ ആരും വിചാരിച്ചു പോകരുത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ രാജ്യമല്ല, ഹൈന്ദവരുടെ രാജ്യമല്ല, ക്രൈസ്തവരുടെ രാജ്യമല്ല, മതമില്ല എന്ന് അവകാശപ്പെടുന്നവരുടെ രാജ്യമല്ല. ഈ രാജ്യത്തിന്റെ വേണ്ടി ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ അബുൽ കലാം ആസാദ് ഗാന്ധിജിയുടെ തോളിൽ കൈയിട്ട് നടന്ന് ജൗഹറലി സുഹൃത്തുക്കൾ ഗാന്ധിജിയുടെ 2 ഭാഗത്തു നിന്ന് രാജ്യത്തിന്റെ പോരാട്ടം നടത്തിയ ചരിത്രം നിങ്ങൾ വായിച്ചിട്ടില്ലേ? സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. രാജ്യത്തിന്റെ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റിന്റെ 2 ഭാഗത്തും എഴുതി കുറിച്ചു വെച്ച 1 ലക്ഷത്തോളം പേരുണ്ട്. എന്തിനാണ് ആ പേര്? ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റിന്റെ 2 ഭാഗത്തും എഴുതി പിടിപ്പിച്ചതെന്നറിയുമോ? രാജ്യത്തിന്റെ പോരാട്ടം നടത്തിയ ബ്രിട്ടീഷ്
ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ കരാളഹസ്തങ്ങളിൽ അമർന്നു പോകാൻ സാധ്യതയുള്ള, അവിടെ കോളനിയായി മാറിക്കൊണ്ടിരിക്കുന്ന, അവരുടെ ബൂട്ടിനടിയിൽ കിടന്ന് അമർന്നു പോകുന്ന ഈ രാജ്യത്തിന്റെ ഫ്രീഡത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ മുന്നിൽ നെഞ്ചുവിടർത്തി പ്രിയപ്പെട്ടവരെ അവരോട് നേർക്കുനേരെ പോരാടി മരിച്ചു വീണ ആളുകളുടെ കൂട്ടത്തിൽ 1,00,000 ആളുകളുടെ പേര് ഇന്ത്യ ഗേറ്റിന്റെ 2 ഭാഗത്ത് വെടിവെച്ച് ചേർത്തപ്പോ 60,000-ത്തിലധികം പേര് മുസ്ലിങ്ങളുടെ പേരാ. അറിയോ നിങ്ങൾക്ക്? ഇന്ത്യ ഗേറ്റിന്റെ 2 ഭാഗത്തും രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ചു വീണ, ത്യാഗം സഹിച്ച 1,00,000 ആളുകളുടെ പേര് എഴുതി ചേർത്തപ്പോ ഇന്ന് എഴുതിയതല്ല, എത്രയോ മുമ്പ് എഴുതി ചേർത്തു. എഴുതി ചേർത്തതിൽ 60,000-ത്തിലധികം പേര്, 60% മുസ്ലിങ്ങളുടെ പേരാ. സ്വാധീനം എഴുതി വെപ്പിച്ചതല്ല. ഓരോരുത്തരുടെയും ലിസ്റ്റ് എടുത്ത് എഴുതുമ്പോ മുസ്ലിങ്ങളുടെ പേര് അധികമായി വന്നതാ. പോരാടി അടരാടി ബ്രിട്ടീഷ് പ്രഭുക്കന്മാരോട് മാറി നിന്നില്ല. ഈ രാജ്യത്തിന്റെ മണ്ണിന്റെ ഫ്രീഡത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ മുന്നിലേക്ക് ഇരച്ചു വന്നു. വാരിയംകുന്നത്തിനെ പോലെയുള്ളവരുടെ കഥ മലബാറിന് പറയാനില്ലേ? നേർനേരെ കയ്യും കെട്ടി കൊണ്ടുപോയി ബ്രിട്ടീഷുകാരുടെ മുന്നിൽ നിർത്തിയപ്പോ, അവർ കൊത്താശ പാടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ നിർത്തിയപ്പോ വാരിയംകുന്നത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടോ? നിന്നോടൊക്കെ ചോദിക്കാനുണ്ട്. എന്റെ കണ്ണിന്റെ മൂടിക്കെട്ടിയ തുണി അഴിച്ചു മാറ്റണോ? അഴിച്ചു മാറ്റിയവർ എന്നിട്ട് പറഞ്ഞു, തിരിച്ചു നിർത്തി തന്റെ പുറത്തേക്ക് വെടിവെക്കുന്നതിന് പകരം കണ്ണുക്ക് നോക്കി, ഈ രാജ്യത്ത് ജനിച്ചവനാ ഞാൻ, അതുകൊണ്ട് എനിക്ക് ഭയമില്ല. പക്ഷെ ഒരൊറ്റ ചോദ്യമേ നിങ്ങളോടുള്ളൂ, എവിടെയെങ്കിലും കൊണ്ടുപോയി നാട് കടത്തി രാജ്യത്തിന്റെ അപ്പുറം കയറ്റി വിടല്ലേ? ഇവിടെ വെച്ച് നേർക്ക് നേരെ കണ്ണിലേക്ക് നോക്കി വിടർന്നു നിൽക്കുന്ന നെഞ്ചിലേക്ക് വെടിവെച്ചു കൊല്ലണോ? ഞാൻ ജനിച്ച നാടിൽ 1 അടി മണ്ണെനിക്ക് കബറെങ്കിലും അനുവദിക്ക്. ധൈര്യമുണ്ടെങ്കിൽ ഈ മൂടിക്കെട്ടയച്ചു മാറ്റിയിട്ട് തിരിച്ചു നിർത്തി വെടിവെക്കാതെ നെഞ്ചിലേക്ക് നോക്കി കണ്ണിലേക്ക് നോക്കി വെടിവെക്കണോ എന്ന് പറഞ്ഞ് മരണമേറ്റുവാങ്ങിയ വാരിയംകുന്നത്തിന്റെ ചരിത്രം വായിച്ച മുസ്ലിം ഉമ്മത്ത് മാറി നിന്നിട്ടുണ്ടോ? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന്, രാജ്യത്തിന്റെ പോരാട്ടത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. നേർക്കുനേരെ നിന്നു. ഈ വീര്യവും ശൂര്യവും ഒക്കെ കാണിച്ച മുസ്ലിങ്ങളുണ്ടല്ലോ. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം മാറിപ്പോകുമ്പോ ഇവിടുത്തെ മുസ്ലിം നേതാക്കന്മാര് പറഞ്ഞു, ഞങ്ങൾ ജനിച്ച നാടാണിത്, ഞങ്ങൾ വേറൊരു നാട്ടിലേക്ക് പോകുന്നില്ല, ജനിച്ച നാട്ടിൽ ജീവിക്കുന്നു, വളരുന്നു, ഇവിടെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് രാജ്യത്ത് നിന്നവരാണ്. ഈ രാജ്യം ഒരാളുടെയും മണ്ണല്ല, ഈ നാട്ടുകാരുടെ മണ്ണാണ്. എന്തിനാ ഇത് പറഞ്ഞത്? അതുകൊണ്ട് ഇവിടെ വ്യത്യസ്ത ആരാധനകൾ ഉണ്ടാകും. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ആരാധന, ഹൈന്ദവർക്ക് അവരുടെ ആരാധന, ക്രൈസ്തവർക്ക് അവരുടെ ആരാധന, മതമില്ലാത്തവർക്ക് അങ്ങനെ. നേരത്തെ പ്രസംഗിച്ചില്ലേ, ഉമ്മയെ, പെങ്ങളെ, മകളെ ഉപയോഗിക്കാം, അവർക്ക് അതും പറയാനുള്ള സ്വാതന്ത്ര്യം. ശരിയല്ലെന്ന് പറയാൻ, എതിർക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? അപ്പൊ അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന് പറയുമ്പോ പള്ളിക്കുള്ളിൽ വെച്ച് നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കല്ലേ എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, പള്ളിക്ക് പുറത്ത് പലതും ഉണ്ടാകാം. ഈ റോഡിൽ പലരും പലരെയും ആരാധിക്കാം, പല മൃഗങ്ങളെയും ആരാധിക്കാം, വൃക്ഷങ്ങളെ ആരാധിക്കാം, ചെടികളെ ആരാധിക്കാം, പുണ്യമഹത്തുക്കളെ ആരാധിക്കാം, ശരിയല്ലെന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷെ പള്ളി അല്ലാഹനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ ഭവനമാണ്. അതിനുള്ളിൽ പിന്നെ ബഹുദൈവാരാധന നടന്നുകൂടാ. അതിനാണ് അങ്ങനെ തന്നെ അല്ലാഹു ഇത് പ്രയോഗിച്ചിട്ടുള്ളത്. അത് സംഭവിച്ചാൽ പള്ളിയുടെ ഉള്ളിലാകട്ടെ പുറത്താകട്ടെ വീട്ടിനുള്ളിലാവട്ടെ എവിടെയുമാകട്ടെ ശിർക്ക് സംഭവിച്ചാൽ പിന്നീട് റബ്ബ് പൊറുക്കാത്ത പാപമായി അതിനുവേണ്ടി പ്രത്യേകം പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങി അല്ലാഹു സ്വീകരിച്ചാലല്ലാതെ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. സർവ്വ മനുഷ്യരോടുമായി റബ്ബ് ചോദിച്ചൊരു ചോദ്യം ഖുർആനിലുണ്ട്. മനുഷ്യരെ, നിങ്ങൾക്ക് ഞാൻ പോരെ? നിങ്ങൾക്ക് ജീവൻ നൽകിയ, നിങ്ങൾക്ക് രക്തം നൽകിയ, ഫ്രീ ആയി നിങ്ങൾക്ക് ഓക്സിജൻ നൽകുന്ന, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാൻ സംവിധാനമൊരുക്കിയ, ഒരു ശ്വസന പ്രക്രിയ നിങ്ങളുടെ ശരീരത്തിൽ സംവിധാനിച്ചുടന്ന, ഇതുവരെ എവിടെയും അതിന്റെ പേരിൽ ബില്ലടക്കാത്ത, അടിവരെ ഇട്ടോളൂ, ഇതുവരെ എവിടെയും അതിനു വേണ്ടി ബില്ലടക്കാത്ത, ഒരു ശ്വാസമുട്ടലുണ്ടായിട്ട് ശിഹാബടക്കല എന്ന ഞാൻ 5 പതിറ്റാണ്ടായി ഭൂമിയിൽ ജീവിച്ചിട്ട് ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ പൈസ കൊടുത്തിട്ടില്ല. ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ വാപ്പക്ക്, നമ്മുടെ ജേട്ടന്, നമ്മുടെ ഭാര്യക്ക്, നമ്മുടെ ഉമ്മക്ക്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരാൾക്ക് ശ്വാസമുട്ടലുണ്ടായി. 3 ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വലിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് കൃത്രിമമായ ഓക്സിജൻ കൊടുത്ത് കുഴപ്പമില്ലാതെ സുഖമാണെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോ 1000-ങ്ങളും 10,000-ങ്ങളും ഐസിയിലൊക്കെ ആണെങ്കിൽ ലക്ഷങ്ങൾ ബില്ലടക്കേണ്ടി വരും. അപ്പൊ 60 കൊല്ലം ജീവിച്ചിട്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുന്നിൽ ഒരു ബില്ലടക്കേണ്ടി വന്നിട്ടുണ്ടോ? ശ്വസന സംവിധാനത്തിന് ഉണ്ടോ?
ഞാനും നിങ്ങളും കഴിച്ച വെജ് ആൻഡ് നോൺ വെജ് ഭക്ഷണങ്ങൾ 8 മണിക്കൂർ കൊണ്ട് ദഹന പ്രക്രിയ പൂർത്തിയാക്കുന്ന ആമാശയ സംവിധാനം തന്ന റബ്ബ് അതൊന്ന് 3-4 ദിവസം ഒന്ന് സ്തംഭിപ്പിച്ച് നിർത്തി. മലവും പുറത്തു പോകുന്നില്ല, മൂത്രവും പുറത്തു പോകുന്നില്ല. ഹോസ്പിറ്റൽ കൊണ്ടുപോയി അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി തിരിച്ചു പോരുമ്പോ 1000 ബില്ലടക്കണം. ടോയ്ലറ്റിലേക്ക് കയറി സുഖമായി വേസ്റ്റിനെ തള്ളിക്കളഞ്ഞ് വൃത്തിയാക്കി തിരിച്ചു വരുമ്പോ ആലോചിച്ചിട്ടുണ്ടോ ഈ സംവിധാനത്തെ കുറിച്ച്? 1 രൂപ പോലും ഇന്ന് ഇതിന്റെ പേരിൽ ബില്ലടച്ചിട്ടില്ല എന്ന ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ ടോയ്ലറ്റിന്റെ മുന്നിലേക്ക് കയറി ചെല്ലുമ്പോ ഇടതുകാല് മുന്നിലേക്ക് വെച്ച് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പറയാൻ ലോകത്തേതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാം എന്ന് പറയുന്ന റബ്ബിന്റെ മതം മാത്രമാണ്. വേറെ എവിടെയുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലാഹുവേ, ഇതാ ആൺ പിശാചിൽ നിന്നും പെൺ പിശാചിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ് അല്ലാ എന്ന് പറഞ്ഞിട്ടാ ഒരു മുസ്ലിം ടോയ്ലറ്റിലേക്ക് കയറുന്നത്. മാക്സിമം വൃത്തിയാക്കി തിരിച്ചു പോരുമ്പോ വല്ല അപാകതയും ന്യൂനതയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ എന്ന് പറഞ്ഞ് ഗുഫ്റാനക് എന്ന് പറഞ്ഞിട്ട് വലതുകാലം മുന്തിച്ച് പുറത്തു പോരുന്നത്. ഈ നിയമച്ചട്ടക്കൂടുകൾ വെച്ചത് മനുഷ്യരെ നിനക്ക് ബോധമുണ്ടാകാനാ, നമുക്ക് ബോധമുണ്ടാകാനാ, ഈ സംവിധാനത്തെ കുറിച്ച് ആലോചിക്കാനാ, റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയാനാ. അത് വയറ് സ്തംഭിച്ചു നിൽക്കുമ്പോഴേ ബോധമുണ്ടാകൂ, ശ്വാസം കിട്ടാതെയാകുമ്പോഴേ ബോധമുണ്ടാകൂ, കണ്ണ് നഷ്ടപ്പെടുമ്പോഴേ ബോധമുണ്ടാകൂ, കേൾവി നഷ്ടപ്പെടുമ്പോഴേ ബോധമുണ്ടാകൂ, വിരല് മടങ്ങാതിരിക്കുമ്പോഴേ അതിന്റെ ഗൗരവം അറിയൂ, കാലങ്ങ് സ്തംഭിച്ചു പോകുമ്പോ തളർന്നു പോകുമ്പോഴേ ശരീരത്തിന്റെ വിലയറിയൂ. ഇത് തന്ന റബ്ബ് അവനോട് നന്ദി കാണിക്കാൻ പറഞ്ഞു. ആ നന്ദികേട് മനുഷ്യന്റെ ഭാഗത്ത് സംഭവിച്ചാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. പടച്ചവൻ പൊറുക്കാത്ത പാപമാണ് എന്ന് അല്ലാഹു ഉറപ്പിച്ചു പറഞ്ഞു. ഖുർആനിൽ ഒരു ചോദ്യം ചോദിച്ചു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. എന്നെ കേട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, ഒരു ചോദ്യം, ഖുർആനിന്റെ ചോദ്യം ഹൃദയത്തിലേക്ക് തുറച്ചു കയറണം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ഈ സംവിധാനം മുഴുവനും ഒരുക്കി തന്ന റബ്ബ് പോരെ ഒരടിമക്ക്? അല്ലാഹു പോരെ? അല്ലാഹു ചോദിക്കാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ഒരടിമക്ക് അല്ല പോരെ? ഞാൻ പോരെ നിങ്ങൾക്ക്? മുസ്ലിമേ, ഓരോ മുസ്ലിമിനോടും ഓരോ മനുഷ്യനോടും അല്ല ചോദിക്കുക, എടാ സുഹൃത്തെ അബൂബക്കറെ, ഇബ്രാഹിമെ, ആയിഷ, ഫാത്തിമ, ഞാൻ മതിയായവനല്ലയോ നിനക്ക്? ഞാൻ പോരെ? പിന്നെ നിങ്ങൾ എന്നെ വിട്ടിട്ട് വേറൊരാളെ തേടി പോകുന്നത് എന്തിനാ? ഞാൻ നിങ്ങൾക്ക് തികഞ്ഞിട്ടില്ലേ? ഈ സംവിധാനം മുഴുവൻ ഒരുക്കിയ, നിന്റെ ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും കൺട്രോൾ ചെയ്യുന്ന, നിന്റെ കൈകാലുകളെ ഈ സമയത്ത് വേണമെങ്കിൽ സ്തംഭിപ്പിച്ചു നിർത്താൻ കഴിവുള്ളവനായ ലോകത്തിന്റെ രക്ഷിതാവിന്റെ ചോദ്യമാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ഒരടിമക്ക് അല്ലാഹു പോരെ? പോരാന്നാണ് ചില മുസ്ലിങ്ങളുടെ ഉത്തരം കേട്ടാൽ നമുക്ക് തോന്നിപ്പോവുക. പോരാ പറയുന്നില്ല അങ്ങനെ ആരും, അല്ല പോരാന്നൊന്നും പറയില്ല. പക്ഷേ അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുന്ന, പടപ്പുകളിലേക്ക് പോകാൻ പറയുന്ന എത്രയോ സംസാരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആനിലെ ഒരു ചോദ്യം കൂടി ഈ വൈകിയ വേളയിൽ ചോദിച്ച് മറ്റു ചില പോയിന്റുകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. എന്താ? ഖുർആൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടെയാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആർക്കാണോ നിങ്ങൾ ദുആ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താ ചോദിക്കാൻ അള്ളാഹു, എന്താ ചിന്തിക്കാൻ പറയുന്നത്? ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇന്നറാദനിയല്ലാഹു ബിളുർ. അള്ളാഹു ഒരു ലുറ് തരാൻ. ലുറ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ക്ലേശം, ബുദ്ധിമുട്ട്, ദുഃഖം, വിഷമം, പ്രയാസം, അങ്ങനെ എന്തുമാവാം. അങ്ങനെ റബ്ബൊന്ന് തരാൻ തീരുമാനിച്ചാൽ, അല്ല ചോദിക്കേട്ടോ, നിങ്ങൾക്കാർക്കെങ്കിലും ഒരാൾക്ക് റബ്ബ് ഒരു ബുദ്ധിമുട്ട്, പ്രയാസം, പരീക്ഷണം, ദുരിതം തരാൻ തീരുമാനിച്ചാൽ, അല്ലാന്റെ ചോദ്യമാണ്, ഹൽ ഹുന്ന കാശിഫാത്തു ലുർരിഹി. ആ ലുർറിനെ നിന്നിൽ നിന്ന് മറച്ചു പിടിക്കാൻ, നീക്കം ചെയ്യാൻ ആരുണ്ട്? അടുത്ത ചോദ്യം കേട്ടോളൂ. ഔവറദനി ബിറഹ്മ. അല്ലാഹു ഒരു കാരുണ്യം തരാൻ തീരുമാനിച്ചാൽ, പടച്ചവൻ ഒരാൾക്ക് ഒരു കാരുണ്യം കൊടുക്കാൻ തീരുമാനിച്ചാൽ, ഹൽ ഹുന്ന മുംസികാത്തു റഹ്മതിഹി. ആ കാരുണ്യം കൊടുക്കരുതെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാൻ ആരുണ്ട്? മഗ്രിബും ഇശാവും നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. എന്താ ഇതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, നീ തരാത്ത ഒന്നിനെ വാങ്ങി തരാനോ, പടച്ചവനെ നീ തരുന്ന ഒന്നിനെ തടയാനോ ആരുമില്ല റബ്ബേ. പിന്നെന്തിനാ ഖബർ തേടി പോകുന്നത്? പിന്നെന്തിനാ മഖബറ തേടി പോകുന്നത്?
പിന്നെന്തിനാ ഔലിയാക്കന്മാരെ തേടി പോകുന്നത്? ഔലിയാക്കന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം. ഏറ്റവും വലിയ ഔലിയാക്കന്മാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന സ്വഹാബത്ത് മുത്തുനബി. അതിലും വലിയ വലിയകളുണ്ടോ? അവർ ബദറിന്റെ രണാങ്കണത്തിൽ കാൽമുട്ടുകൾ കുത്തിവെച്ച് ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ത്തിന്റെ വെള്ള കാണുമാർ മുത്തുനബി കരഞ്ഞ് റബ്ബിനോട് പറഞ്ഞതെന്താ? അല്ലാഹുമ്മ അല്ലാഹുവേ ഇൻ തുഹ്ലിക് ആദിഹിൽ ഇസ്വാബ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും റബ്ബേ നീ നശിപ്പിച്ച് കളഞ്ഞാൽ ലൻ തുഅബദ ഫിൽ അർളി അബദാ, ഭൂമിയിൽ പിന്നെ നീ ആരാധിക്കപ്പെടുകയില്ല, നിന്നെ ആരാധിക്കുന്ന ഒരു ടീം ഭൂമിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് റബ്ബേ നശിപ്പിക്കല്ലേ. ഞങ്ങൾ വെറും 300 ചില്ലാൻ ആളുകൾ മാത്രമാണ്. അപ്പുറത്ത് കുതിരപ്പടയാളികളുണ്ട്, ഒട്ടകക്കൂട്ടങ്ങളുണ്ട്, നർത്തകിമാരുണ്ട്. ജയിച്ചു പോകുമ്പോ കുടിക്കാനുള്ള കള്ള് കൊണ്ടുവന്നിട്ടുണ്ട്, ഓടിക്കളിക്കാനും നൃത്തം ചെയ്യാനും നർത്തകിമാരെ കൊണ്ടുവന്നിട്ടുണ്ട്. മുത്തുനബിയുടെ ആ തല ഈ വാളിൽ കോർക്കുമെന്ന് പറഞ്ഞ്, ഇന്ന സഹാബിയുടെ തല ഈ വാളിലായിരിക്കുമെന്ന് പറഞ്ഞ് അവർ ക്ലാസ് എടുത്തു വച്ചിട്ടുണ്ട്. ആ ബദറിന്റെ രണാങ്കണത്തിൽ മുട്ടുകുത്തി നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പറയാ, പടച്ചവനെ നീ ചെയ്ത വാഗ്ദാനം പടച്ചവനെ നീ എനിക്ക് നൽകണേ അല്ലാ. എന്നിട്ട് അല്ലാഹുവിനോട് പറയ, റബ്ബേ ഈ ടീമിനെ നശിപ്പിച്ചാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ടീം ഭൂമിയിൽ ഉണ്ടാവില്ല റബ്ബേ. പറഞ്ഞില്ലേ? പ്രാർത്ഥിച്ചില്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. അതുകൊണ്ട് ഈ ആയത്തിലേക്ക് മടങ്ങൂ. അല്ലാഹു ഒരു കാര്യം നമുക്ക് തരാൻ വിചാരിച്ചാൽ, ശിഹാബ് അടക്കല എന്ന എന്നെ ഒരു 100 or 500 പേര് കൊന്നുകളയണമെന്ന് പടച്ചവൻ അതൊരു പരീക്ഷണമായി എനിക്ക് തരാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒരു മുട്ടുസൂചിയുടെ പോറലേൽപ്പിക്കാൻ പോലും 500 അല്ല 10,000 ആളുകൾ തീരുമാനിച്ചാലും നടക്കില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ളവനാണ് മുഅ്മിൻ. എന്തിനാ ഭയപ്പെടുന്നത്? അല്ലാഹ് അതൊരു പരീക്ഷണമായി എനിക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 1000 or 10,000 ആവശ്യമുണ്ടാവില്ല. ഒരു കൊച്ചു കുട്ടി മതിയാകും. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് എന്നെ എങ്ങനെ പരീക്ഷിക്കാനാണോ തീരുമാനിച്ചത് അത് നടക്കും. അതാ അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം. റബ്ബ് തീരുമാനിച്ചിട്ടില്ലേ അങ്ങനെ പരീക്ഷണം തരാൻ? 10,000 ആളുകൾ ഒരുമിച്ചാലും ഒരു പോറലേൽപ്പിക്കാൻ കഴിയില്ല. അത് 5 നേരം നിസ്കാരം കഴിഞ്ഞിട്ട് പറയുന്നത്, റബ്ബേ നീ തരാൻ വിചാരിച്ച ഒന്നിനെ തടയാനോ നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ ആരുമില്ല റബ്ബേ. അതേ ആയത്ത്, അതേ ആശയം ഖുർആനിന്റെ ആയത്തിൽ നിന്നാണ് ബാക്കി വരുന്നത്. ആ ആദർശമാണ്, ആശയമാണ് ഇവിടെ പറഞ്ഞത്. പടച്ചവൻ ഒരു റഹ്മത്ത് തരാൻ തീരുമാനിച്ചാൽ ആരുണ്ടോ അത് പിടിച്ചു വെക്കാൻ. എന്നിട്ട് അല്ലാഹ് പറയാ, ഈ ആയത്തിലൂടെ റബ്ബ് പറയാ, ഖുൽ, അതുകൊണ്ട് മുഅ്മിനേ പറയൂ, കേൾക്കുന്ന മുസ്ലിമേ പറയൂ, മുവഹിദേ പറ. എന്താ പറയേണ്ടത്? ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ബരമേൽപ്പിക്കുന്നവർ അവന്റെ മേൽ ബരമേൽപ്പിക്കട്ടെ. ഇബ്രാഹിം നബിയുടെ കഥ പറഞ്ഞില്ല ഇവിടെ? തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ ബരമേൽപ്പിക്കുകയാണ്. ആ തീനെ റബ്ബ് തണുപ്പാക്കി കൊടുക്കുകയാണ്. സൗർ ഗുഹയിൽ ഒളിച്ചു നിൽക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അവർ കുനിഞ്ഞാൽ നമ്മളെ കാണുമെന്ന് പറഞ്ഞപ്പോ, അബൂബക്കറെ ഭയപ്പെടണ്ട, നമ്മുടെ കൂടെ മൂന്നാമനായ ഒരാളുണ്ട്, അതാ റബ്ബ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ടീമും ഓടി നദിയുടെ മുന്നിലെത്തി നിൽക്കുമ്പോ ഇനി ഓടാൻ സ്ഥലമില്ല. മുന്നിൽ വലിയ ജലാശയമാണ്. ബേക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഫിർഔനും ടീമും വലിയ വടിവാളുകളും ആയുധങ്ങളുമായി ഓടിയെത്തുകയാണ്. മൂസാ നബിയുടെ കൂടെയുള്ളവർ പറഞ്ഞു മൂസാ നബിയോട്, ഇന്നാ ലമുദ്റകൂൻ, ഇനി രക്ഷയില്ല മൂസാ നബി, ഇപ്പൊ നമ്മളെ പിടികൂടും. മൂസാ നബി എന്താ പറഞ്ഞത്? അതൊന്നും പ്രശ്നമില്ല, അങ്ങനെയൊന്നും പറയണ്ട, അല്ലാഹു ഉണ്ട് നമ്മുടെ കൂടെ, എന്റെ കൂടെ റബ്ബുണ്ട്, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവനൊരു വടി കാണിച്ചു തരും. അല്ലാഹ് വഴി കാണിച്ചു കൊടുത്തു, അടിക്ക് വടിയുണ്ട്. വെള്ളം മാറി നിന്നു. ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതാണ് അചഞ്ചലമായ വിശ്വാസം, ചാഞ്ചല്യപ്പെടാത്ത, ആട്ടമില്ലാത്ത, ഇളക്കമില്ലാത്ത വിശ്വാസം. ഉറച്ചു നിൽക്കണം തൗഹീദിൽ. എന്ത് പ്രയാസങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും, ഏത് പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ വന്നാലും ഉറച്ചു നിൽക്കണം. അവിടെ ഒരു ഇളക്കം നമുക്കുണ്ടാകാൻ പാടില്ല. ആ ഇളക്കമാണ് പ്രിയപ്പെട്ടവരെ കെട്ടിപ്പൊക്കിയ കബറുകൾക്ക് മുന്നിൽ ചെന്ന് നിന്ന് അള്ളാന്റെ മുമ്പിൽ കരയാത്ത മനുഷ്യൻ ആ കബറിന്റെ മേലെ കൈവച്ച് കരയുന്നു. ആ കബറിൽ കിടക്കുന്ന ഹോജയോട്, ശൈഖിനോട്, ബീവിയോട് പറയുന്നു, എന്റെ കുട്ടിയുടെ പ്രശ്നം അറിഞ്ഞിട്ടില്ലേ, രക്ഷ നൽകണേ.
ദാ സ്വർഗത്തിലേക്ക് ഞങ്ങൾ അടുപ്പിക്കണേ, നരകത്തുനിന്ന് ഞങ്ങളെ കാക്കണേ, ഉമ്മാന്റെ അസുഖം മാറ്റിക്കൊടുക്കണേ. എന്താ പറയാത്തത്? എല്ലാം പറയുന്നു. ഞാൻ ഈ അടുത്തൊരു പ്രസംഗ ഉസ്താദിന്റെ കേട്ടു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് എന്താ പറയണറിയോ? ഞാനും ഒരു ടീമും ഇങ്ങനെ ഖബറിന്റെ അടുത്തേക്ക് ചെന്നു. വലിയ ഉസ്താദ് അപ്പോ എല്ലാവരും ഖബറിന്റെ അടുത്തെത്തുമ്പോ അസ്സലാമു അലൈക്കും അങ്ങോട്ട് പറയല, ഖബറാളികൾക്ക് സലാം പറയല. എന്നാൽ ഉസ്താദ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് മടക്കി. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാട്ടിയിട്ട് പറയാ, ഉസ്താദ് അതൊന്നും സാരല്ല, ചെറുതല്ലേ, കുറച്ചല്ലേ. അപ്പൊ കൂടുതൽ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താ പറയണത്? അപ്പൊ അദ്ദേഹം പറയാ, നിങ്ങളാരും കേട്ടിട്ടില്ലേ, ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോ ഖബറിന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു, ഞാൻ സലാം അടക്കിയതാ. നമ്മൾ ഈ ഖബറിന്റെ അടുത്തേക്ക് വരുമ്പോ ചെറിയ ചാറൽ മഴയല്ലേ, അപ്പൊ ഖബറിന്ന് എന്നോട് ചോദിക്കുക, നിങ്ങൾ മഴ നനഞ്ഞില്ലേ, കുറച്ച് പ്രയാസായില്ലേ? അതിന് ഉത്തരം പറഞ്ഞതാ ഞാൻ, അതൊന്നും സാരല്ല, കുറച്ചല്ലേ, ചെറുതായിട്ട് നനഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ ഞാൻ ഖബറാളിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ പിന്നെ ഈ മരണം എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ ഈ മരിച്ചു പറഞ്ഞാൽ എന്താ? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, ഖബറിന്റെ അടുത്തേക്ക് വരുമ്പോ നനഞ്ഞത് ചോദിക്കുക, മഴ പെയ്തത് ചോദിക്കുക, എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിയുക, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാ. പിന്നെന്താ ഈ മരിച്ചു എന്ന് പറഞ്ഞാൽ? പിന്നെന്താണ് ഈ മരണം എന്ന് പറഞ്ഞാൽ? എന്താ നമ്മൾ വിചാരിക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു പ്ലേറ്റിൽ ഒരു ജൂത കുടുംബം ഇറച്ചിയിൽ വിഷം കലർത്തി കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ ബിസ്മില്ലാ ചൊല്ലിയിട്ട് വായിലിട്ടു, ചവച്ചു. ആരെങ്കിലും നിഷേധിക്കോ? സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയോ? ഒരു പ്ലേറ്റിലെ ഇറച്ചിയിൽ വിഷം കലർത്തി കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ ബിസ്മില്ലാ എന്ന് ചൊല്ലി അത് തിന്നു, ചവച്ചു. സ്വഹാബി അത് ചവച്ചു വയറ്റിലേക്ക് ഇറക്കി. പ്രിയപ്പെട്ടവരെ, സ്വഹാബി പെടഞ്ഞും മരിച്ചു. എന്നിട്ടോ CM എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പറയാ. ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും, അതവിടെ അങ്ങനെ നടന്നോട്ടെ. എന്താ ഈ CM എന്ന് പറയുന്ന വ്യക്തി മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് വന്നപ്പോ CM-നെ കിട്ടിയ സന്തോഷത്തിൽ ഒരു വീട്ടുകാര് വിരുന്ന് സൽക്കരിച്ചു. മേശപ്പുറത്ത് നല്ല ഇറച്ചി വരട്ടി, അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ലേ? ഇറച്ചി വരട്ടി എന്നാൽ ഇറച്ചി നല്ല വരട്ടിയിട്ട് വെച്ചു കൊടുത്തു. CM ആ പ്ലേറ്റിലെ ഇറച്ചി ഇങ്ങനെ എടുത്തിട്ട് ചോദിച്ചു, ഇത് എവിടുന്ന ഈ ഇറച്ചി വാങ്ങിയത്? വേണ്ട, ഒഴിവാക്ക്. ഈ ഇറച്ചിയും വേണ്ട, ഈ ബാക്കി നിങ്ങളുടെ കലത്തിലുള്ളതും വേണ്ട, അത് വേവിക്കാൻ ഉപയോഗിച്ച പാത്രം പോലും വേണ്ട, എല്ലാം ഒഴിവാക്കുക എന്ന് പറഞ്ഞു. ഈ കുടുംബത്തിനാകെ നിരാശയായി. CM-ന്റെ കൂടെ വന്നവർ പറഞ്ഞു, എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ ഇറച്ചി വാങ്ങിയത് എന്തോ പെടവുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് പോയി, ഈ ഇറച്ചി അവർ തിന്നില്ല. എന്നിട്ട് CM-ഉം കഴിച്ചില്ല, കൂടെ വന്നവരും കഴിച്ചില്ല, മടങ്ങി. ശരി, ഇവര് കടയിൽ പോയി. അരീക്കോട് ടൗണിൽ ചെന്ന് ഇറച്ചി വാങ്ങിയ സ്ഥലത്ത് ചോദിച്ചപ്പോ ആ ഇറച്ചിക്കടക്കാര് പറഞ്ഞു, സാധാരണ ഇവിടുത്തെ ഈ സമസ്തയുടെ പള്ളിയിലെ മൊല്ലാക്കയാണ് അറുക്കാറുള്ളത്. അയാള് ലീവിന് നാട്ടിൽ പോയത് കൊണ്ട് മുജാഹിദ് പള്ളിയിലെ മൗലവിയാണ് അറുത്തത്. CM വീട്ടിൽ സൽക്കരിച്ചപ്പോ ഇറച്ചിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, വേണ്ട, കാഫിർ അറുത്തതാണ്. മനസ്സിലാണ്ടോ? മുത്തുനബിയുടെ മുന്നിൽ പ്ലേറ്റിലെ ഇറച്ചിയിൽ വിഷം കലർത്തി കൊടുത്തിട്ട് നബിക്കറിഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി ചവച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തു, തുപ്പി. അപ്പോഴേക്കും സഹാബി വയറ്റിക്കിറക്കി. സഹാബി നബിയുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് പെടഞ്ഞു മരിച്ചു. എന്നിട്ടോ മാനസിക വിഭ്രാന്തി വന്ന് ലോകത്തുനിന്ന് വിട പറഞ്ഞ മനുഷ്യനോ ഇറച്ചി നോക്കിയിട്ട് പറയും, ആരാണ് അറുത്തത് എന്ന്. മനസ്സിലാണുണ്ടോ? ഈ കള്ളക്കഥ പറയുമ്പോ അരുത് എന്ന് പറയാൻ ഇസ്ലാഹ് നടത്തുന്ന ഒരു മനുഷ്യന് ഉത്തരവാദിത്തമുണ്ട്. ഇതാരോടും കുറ്റപ്പെടുത്താനല്ല. അത് പറഞ്ഞ കഥ പറഞ്ഞവനും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സത്യത്തിൽ ഏതാണോ ഹക്ക് അതവിടെ ഹൃദയത്തിലേക്ക് റബ്ബ് സന്നിവേശിപ്പിക്കുമാറാകട്ടെ. പക്ഷേ ഈ ചരിത്രം ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്നാൽ ഈ കേട്ട ചരിത്രം ഇന്നും യൂട്യൂബിൽ നിങ്ങൾക്കൊക്കെ കേൾക്കാവുന്ന പ്രസംഗമായി ബാക്കി നിൽക്കുന്നു. ഖബറിന്റെ മുന്നിലേക്ക് ചെന്ന് മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ കരഞ്ഞു പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന്റെ പരിസരത്തുള്ള കുട്ടികളെ ദർസിൽ പഠിപ്പിക്കുന്ന, പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിലുള്ള 1-2 വരികൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ശ്രദ്ധാപൂർവം കേൾക്കണം നിങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്ത്? നഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചിരിക്കുന്നു, അയ്യുജസ്സൽ ഖബറു, ഖബർ നിങ്ങൾ കുമ്മായമടിക്കരുത്, ഖബറിന്റെ മേലെ നിങ്ങൾ സിമന്റ് പൂശരുത്. വഅയ്യുബിന അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ കയറിയിരിക്കരുത്. വഅയ്യുഖഅദ അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ കയറിയിരിക്കരുത്. വഅയ്യുബിന അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്. വഅയ്യുക്തബ അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ 4 കാര്യം ചെയ്യരുത്, 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 ചെയ്യരുത് എന്ന് പറഞ്ഞത്, ഖബറിന്റെ മേലെ സിമന്റോ കുമ്മായമോ പൂശരുത്,
ഖബർ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്, ഖബറിന്റെ മേലെ കരിയിരിക്കരുത്, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. ഈ 4 കാര്യവും സ്വീകരിച്ചത് കേരളത്തിൽ, കർണാടകയിൽ, തമിഴ്നാട്ടിൽ, ഇന്ത്യയിൽ ആരാണ് സ്വീകരിച്ചത്? മുത്തുനബിയോട് മഹബ്ബത്ത് കാണിച്ച് എന്റെ വാപ്പ മരിച്ചു, എന്റെ പ്രിയങ്കരനായ ഉപ്പ മരിച്ചു, ഉപ്പാന്റെ ഖബറൊന്ന് ഒരു 50 ഇഷ്ടിക വാങ്ങി, ഒരു 20 ഹോളോ ബ്രിക്ക് വാങ്ങി കെട്ടി തേച്ചു മിനിക്ക് പച്ചപ്പുതപ്പിടാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, ചെയ്യില്ല ഞാൻ ഒരിക്കലും. ഈ ബോധമുള്ള കാലം എന്താ കാരണം? എന്റെ നബിയോടുള്ള ഇഷ്ടമാണ്, എന്റെ റസൂലിനോടുള്ള ഇഷ്ടമാണ്, എന്റെ മുത്തുനബിയോടുള്ള മഹബ്ബത്താണ്. അവിടുന്ന് പറഞ്ഞതാണ് ഖബർ നിങ്ങൾ കെട്ടിപ്പൊക്കരുത് എന്ന്. അലി റളിയല്ലാഹു എന്ന് പറയുന്ന മുത്തുനബിയുടെ മരുമോൻ, മോളുടെ പ്രിയങ്കരനായ ഭർത്താവായ അലി എന്ന് പറയുന്ന തങ്ങൾ റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിൽ മുത്തുനബി കൈവച്ചിട്ട് പറഞ്ഞു, അലി ഒരു കാര്യം താങ്കളെ ഏൽപ്പിക്കുകയാണ്. എന്താണ് ആ കാര്യം എന്നറിയുമോ? വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, പൊന്തി നിൽക്കുന്ന ഒരു ഖബറിനെയും തട്ടി സമമാക്കാതെ നീ ഒരിക്കലും ആ ഖബർ വിട്ടേച്ചു പോകരുത്. അലീനോട് പറയാ, റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അലി പൊന്തിച്ചു കെട്ടിയ ഖബർ കണ്ടാൽ അത് സാധാരണ ഖബറാക്കാതെ നീ പോവരുത്. പറഞ്ഞിട്ടുണ്ടോ? കിതാബിലുണ്ടോ? ഹദീസിലുണ്ടോ? നിങ്ങൾ ഖബർ പോയി കാണണമെന്ന് റസൂൽ പറഞ്ഞില്ലേ? ഖബർ സിയാറത്ത് സുന്നത്താണ്, ഖബർ സിയാറത്ത് സുന്നത്താണ്. ആ സുന്നത്ത് ജീവിതത്തിൽ എടുക്കാനാണ് പറഞ്ഞത്. എന്തിനാണ് സിയാറത്ത്? സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും. മറ്റൊരു റിവായത്തിൽ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കി തരും. പള്ളി ദർസിലെ കിതാബിലെ ഒരു വരി ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം, കേട്ടോളൂ. വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്ബിൽ കിബാബിൽ ലത്തി അലൽ ഖുബൂർ ഇദ് ഹിയ അലർ من مسجد الضرار لأنها أسست على معصية رسول الله صلى الله عليه وسلم لأنه نهى عن ذلك وأمر صلى الله عليه وسلم بهدم قبر المشرفة. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ വേഗത്തിൽ വായിച്ചു പോവുകയാണ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഖബറിന്റെ മേലെ ഉണ്ടാക്കിയ കുബ്ബകളും എടുപ്പുകളും പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. ആരാ പറയണത്? സലഫി പള്ളിയിലെ ദർസിൽ പഠിപ്പിക്കണതല്ല, പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിൽ പറയുന്നു, കുട്ടികൾ ഓതി പഠിക്കുന്ന കിതാബിൽ പറയുന്നു, വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ കിബാബിൽ ലത്തി അലൽ ഖുബൂർ ഇദ് ഹിയ അലറു മിൻ മസ്ജിദിൽ ളിറാർ, ഖബറിന്റെ മേലെ എടുപ്പോ കുബ്ബയോ ഉണ്ടാക്കൽ പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. കപട വിശ്വാസികൾ ഉണ്ടാക്കിയ പള്ളിയേക്കാൾ അപകടം പിടിച്ചതാണ് ഏർപ്പാട്. ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ അടിസ്ഥാന കൽപ്പനക്കെതിരാണത്. പോരാ, പ്രവാചകൻ ലിഅന്നഹു നഹാ അൻ ദാലിക്, അങ്ങനെ ചെയ്യരുത് എന്നാണ് മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ളത്. വഅമറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കൽപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്, ഓർഡർ ഇട്ടിട്ടുണ്ട്. ബിഹദ്മി ഖുബ്രിൽ മുശ്രിഫ, പൊന്തി നിൽക്കുന്ന ഖബറുകളെ തട്ടി സമമാക്കണമെന്ന് പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന ഷാഫി മദ്ഹബിലെ കിതാബിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു. ഈ വരികൾ എന്റെ പകർത്തം വെച്ചതല്ല, ആര് നോക്കിയാലും ഇതേ വരികളാണ് കാണുക. ഖബറിന്റെ മേലെ തൂക്കിയ വിളക്കുകൾ, അതിനെ അലങ്കൃതമാക്കിയ ബഹുശാഖ വിളക്കുകൾ, അത് നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ഒരാളും അതിനു വേണ്ടി വെളിച്ചമോ ബൾബോ ലൈറ്റോ തോരണങ്ങളോ കൊടുക്കരുത്, നേർച്ചയാക്കരുത്, സ്വഹീഹാവുകയില്ല. ആരാ എഴുതി വെച്ചിട്ടുള്ളത്? പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിൽ എഴുതിയതാണ്. നേർച്ചയെപ്പറ്റി എന്താ പള്ളി ദർസിലെ കിതാബ് പറഞ്ഞത്? വഇൻ ഖുസിദ ബിഹാദൻ നദിരി അത്തഖറുബ്, നിങ്ങൾ ഏതെങ്കിലും ഒരു നേർച്ചയിലൂടെ ഖബറിലുള്ള ഒരുത്തന്റെ പ്രീതിയോ പൊരുത്തമോ അടുപ്പമോ പ്രതീക്ഷിച്ച് നേർച്ചയാക്കുകയാണെങ്കിൽ, വഇൻ ഖുസിദ ബിഹാദൻ നദിരി അത്തഖറുബ് ലിമൻ ഫിൽ ഖബരി, ഖബറിലുള്ളവന്റെ പൊരുത്തം കിട്ടാനാണ് നിങ്ങൾ നേർച്ചയാക്കുന്നതെങ്കിൽ, ഈ ഖബറിൽ കിടക്കുന്ന വലിയ മഹാത്മാവാണ്, അയാളുടെ ഇഷ്ടവും അടുപ്പവും പൊരുത്തവും കിട്ടിയാൽ അല്ലാഹുവിലേക്ക് നടിപ്പിക്കുമെന്ന അർത്ഥത്തിൽ നിങ്ങൾ നേർച്ചയാക്കിയാൽ ബത്വല, നിങ്ങളുടെ നേർച്ച ബാത്തിലാണ്. ലിഅന്ന തഖറബ ഇന്നമാ യുതഖറബു ബിഹാ ഇലല്ലാഹി തആല ലാ ഇലാ ഖൽഖിഹി, കാരണം പൊരുത്തം നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് റബ്ബിലേക്ക് മാത്രമാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിലേക്ക് നിങ്ങൾ പൊരുത്തം ആഗ്രഹിക്കരുത്. ആരാ പറഞ്ഞത്? പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിലാണ് പറയുന്നത്. ഇങ്ങനെ എന്തൊക്കെ പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. സ്വലാത്തില്ലാത്തവരാണ് എന്ന് സലഫികളെ കുറിച്ച് പറയുമ്പോ ആലോചിച്ചോളൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, മുത്തുനബിയുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ, സലാം പറയണേ. എപ്പോഴും
ഇപ്പോഴും നിങ്ങൾ ചൊല്ലിക്കോ. ഞാൻ എന്റെ പ്രസംഗത്തിൽ ഇപ്പോൾ നബിയുടെ പേര് ഒരു 100 വട്ടമെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴൊക്കെ ഞാൻ ചുരുക്കി സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. ആരും കേൾക്കാനില്ല. വീട്ടിലിരുന്ന്, പള്ളിയിലിരുന്ന്, ട്രെയിനിലിരുന്ന്, ഫ്ലൈറ്റിലിരുന്ന്, കാറിലിരുന്ന് നിങ്ങൾ ചൊല്ലിക്കോ. ജോലി സ്ഥലത്തിരുന്ന് ചൊല്ലിക്കോ. മുത്തുനബിയുടെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലിക്കോ. പക്ഷേ ആളുകളെ കൂട്ടാനോ വരുമാനമുണ്ടാക്കാനോ ആളുകളുടെ മുമ്പിൽ സ്വലാത്തിന്റെ ആളുകളായി അറിയപ്പെടാനോ അല്ല. സ്വലാത്ത് എന്നത് പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. ഇല്ലാത്ത സ്വലാത്ത്, നാരിയ സ്വലാത്ത് പോലെയുള്ള സ്വലാത്ത് മുത്തുനബിക്കറിയില്ല, സ്വഹാബത്തിനറിയില്ല, ഭാര്യമാർക്കറിയില്ല, മദ്ഹബിന്റെ ഇമാമുകൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ തൻഹൽ ബിഹിൽ ഉഖദു വതൻഫരിജ് ബിഹിൽ ഖുറബു വതുഖ്ല ബിഹിൽ ഹബായിജ് എന്നൊക്കെ പറയുന്ന നാരിയ സ്വലാത്തില്ലേ, അങ്ങനെ ഒരു സ്വലാത്ത് കിതാബിൽ എവിടെയുമില്ല. അർത്ഥവും തെറ്റാണ്. അതുകൊണ്ട് സലഫികൾ പറയും അങ്ങനെ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലല്ലേ എന്ന്. അപ്പൊ ഉള്ളത് ചൊല്ലണമെന്നതാണ് പറയുന്നത്. ഉള്ളത് ചൊല്ലണമെന്നതാണ് പറയുന്നത്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിന്റെ കൂടെ നിങ്ങൾ നടന്നു പോകുമ്പോ നിങ്ങൾ മൗനമായി പോകണമെന്ന് സലഫികൾ പറയും. കാരണം എന്താ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മയ്യത്തിന്റെ കൂടെ കടന്നു പോകുമ്പോ പ്രിയപ്പെട്ടവരെ അവർ മൗനം അവലംബിച്ചുകൊണ്ടാണ് പോയത്. പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന അൽ അദ്കാർ എന്ന് പറയുന്ന രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബിൽ നിന്ന് ഒരു വരി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വഅലം അന്ന സ്വബാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹും അസ്സുകൂത് ഫീ ഹാലി സൈരി മഅൽ ജനാസ. പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിലാണ് പറയുന്നത്, മയ്യത്തിന്റെ കൂടെ പോകുമ്പോ അസ്സുകൂത് ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ പോകുമ്പോ മിണ്ടാതെ പോകണം, മിണ്ടാതെ പോകണം. അവിടെ നിർത്തിയില്ല കിതാബ്. ഇമാം നബവി പറയുകയാണ്, ഫലാ യർഫഅ സൗതൻ ബിഖിറാഅത്തിൻ, ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദമുയർത്തരുത്, വലാ ദിക്രിൻ, ദിക്ർ ചൊല്ലിക്കൊണ്ട് ശബ്ദമുയർത്തരുത്, വലാ ഗൈരി ദാലിക്, ഖുർആനുമല്ല ദിക്റുമല്ല സംസാരിച്ചു നിങ്ങൾ ശബ്ദമുണ്ടാക്കരുത്. മയ്യത്തിന്റെ കൂടെ മിണ്ടാതെ പോകണം. ഇതാണ് മുൻഗാമികളുടെ ശരിയായ രീതി. ആരാ പറഞ്ഞത്? ഇമാം നബവി. ഞങ്ങൾ മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ മിണ്ടാതെ പോകാനുള്ള കാരണം എന്താ? അതാണ് മുൻഗാമികളുടെ മാതൃക. അങ്ങനെയാണ് മുത്തുനബി പോയത്. ഒരൊറ്റ കിതാബിലും ഒരു സഹാബിയുടെ മയ്യത്തിന്റെ കൂടെ നബിയോ സഹാബത്തോ പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഫ്ളലായ ദിക്ർ ഉറക്കെ ചൊല്ലിപ്പോയ റിപ്പോർട്ടിന്റെ ഒരു കഷ്ണം പോലും ലോകത്തെവിടെയും കാണാൻ കഴിയില്ല. അതുകൊണ്ട് സലഫികൾ മൗനമായി പോകുന്നു. അതാരോടുമുള്ള വാശിയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിന്റെ കുറവ് കൊണ്ടല്ല, അതാണ് അഫ്ളലായ ദിക്ർ. അതിലും വലിയൊരു ദിക്ർ വേറെയില്ല. പക്ഷെ അത് മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ ഉറക്കെ ചൊല്ലിപ്പോകാൻ പ്രമാണമുണ്ടാകണം. അത് ബുഖാരിയിലില്ല, മുസ്ലിമിലില്ല, തുർമുദിയിലില്ല, നസായിലില്ല, ഇബ്നു മാജയിലില്ല, മുസ്നദുകളിലില്ല, സ്വഹീഹായ ഒരൊറ്റ ഹദീസിലുമില്ല. പിന്നെ കിതാബിലുള്ളത് എന്താ? അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾ മൗനമായി പോകണം. ഫലാ യർഫഅ സൗതൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക്, ഖുർആൻ കൊണ്ട് ശബ്ദമുയർത്തരുത്, ദിക്ർ ചൊല്ലി ശബ്ദമുണ്ടാക്കരുത്, സംസാരിച്ചുകൊണ്ടും ശബ്ദമുയർത്തരുത് എന്നതാണ് കിതാബിലുള്ളത്. അതാണ് സലഫികൾ സ്വീകരിക്കുന്നത് എന്ന് ഗൗരവമായി മനസ്സിലാക്കണം. ഈ പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞാൽ കൂട്ടപ്രാർത്ഥനയില്ല. എന്താ കാരണം? ആരോടുമുള്ള വാശിയല്ല. ഏതെങ്കിലും ഒരാള് പ്രിയപ്പെട്ടവരെ ഒറ്റക്കിരുന്ന് ചൊല്ലാൻ സമയമില്ലെങ്കിൽ, പ്രാർത്ഥിക്കാൻ സമയമില്ലെങ്കിൽ, ട്രെയിനിന് പോവേണ്ട ആളാ, ഫ്ലൈറ്റിന് പോവേണ്ട ആളാ, ജോലിയിൽ പ്രവേശിക്കേണ്ട ആളാ, അത് നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ദിക്റുകൾ കഴിഞ്ഞ് പോകാം. പക്ഷെ സമയമുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഒറ്റക്കൊറ്റക്കിരുന്ന് റബ്ബിനോട് ഏറ്റവും നന്നായി പ്രാർത്ഥിക്കാൻ പറ്റിയ സമയമാണ്. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ ജമാഅത്ത്, രണ്ട് വേണ്ട, ഒരു ജമാഅത്ത് കഴിഞ്ഞിട്ടെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞിരുന്ന് മുത്തുനബി പ്രാർത്ഥിക്കുന്നു, മഅ്മൂമുകൾ ആമീൻ പറയുന്നു എന്ന സിസ്റ്റം ഹദീസിന്റെ ഗ്രന്ഥത്തിൽ വന്നിട്ടില്ല. ആയിഷ ബിബിയുടെ കേട്ടോളൂ നിങ്ങൾ. അന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബിബി പറയുകയാണ്, എന്താ പറഞ്ഞത്? കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി ആയിരുന്നു എങ്ങനെ? ഇദാ സല്ലമ, സലാം വീട്ടിയാൽ, ലം യഖഉദ്, അവിടെ ഇരിക്കാറില്ല, ഇല്ലാ മിഖ്ദാറ മാ യഖൂൽ, മുത്തുനബി ഇത് പറയുന്നത് വരെയല്ലാതെ, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം, ഈ ദിക്ർ ചൊല്ലുന്നത് വരെയല്ലാതെ മുത്തുനബി അവിടെ ഇരിക്കാറില്ല. എവിടെ? നിസ്കരിച്ച ഇമാമു എന്ന സ്ഥലത്ത് മുത്തുനബി ഇരിക്കാറില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകും, മാറിയിരിക്കും. ഇനി ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നു, ചില ദിവസങ്ങളിൽ നബി കുറച്ചുകൂടി സമയം ഇരിക്കും, സ്ത്രീകൾ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പൊ എന്ത് മനസ്സിലായി? സ്ത്രീകളും മുത്തുനബിയുടെ പള്ളിയിൽ ജമാഅത്തിന് വരാറുണ്ട് എന്ന് മനസ്സിലായി. ഇപ്പൊ സമയത്തിന്റെ കുറവ് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വിഷയത്തെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് അവസരങ്ങൾ ഉണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് പറയാം. ഈ പള്ളിയിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ വരാം നിർബന്ധമില്ല. ഭർത്താവിന്റെ കൂടെ, വാപ്പാന്റെ കൂടെ, സഹോദരന്റെ കൂടെ അവർക്ക് കാറിൽ വന്നിറങ്ങാം, പാർക്ക് ചെയ്യാം. സ്ത്രീകൾക്ക് വേറെ ഗേറ്റ് ഉണ്ട്, അവർക്ക് ഒലു കൊടുക്കാൻ വേറെ സ്ഥലമുണ്ട്, അവർക്ക് പ്രവേശിക്കാൻ വേറെ വാതിലുണ്ട്, അവർക്ക് സെപ്പറേറ്റ് റൂമുണ്ട്. അവിടെ പോയി ജമാഅത്തിന്റെ കൂടെ അവർക്ക് നിസ്കരിക്കാം. മക്കത്ത് നമസ്കരിക്കുന്നത് പോലെ, മദീനത്ത് നിസ്കരിക്കുന്നത് പോലെ. മക്കത്തൊക്കെ ചിലപ്പോൾ മറ പോലില്ലാതെ ആളുകൾ നിയമം ലംഘിച്ച് അതേ മത്താഫിന്റെ ഭാഗത്തൊക്കെ സ്ത്രീകളും വന്ന് നിസ്കരിക്കുന്നത് കാണാം. പക്ഷേ അങ്ങനെയല്ല, പുരുഷന്മാരുടെ പിറകിലായി അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. ശരി, ഈ പള്ളിയിലും അവർക്ക് വരാം. ഒന്നല്ല, പത്തല്ല, 100 അല്ല, 150ഓളം ഹദീസുകൾ സ്ത്രീകൾക്ക് പള്ളിയിൽ വരാമെന്നതിന് രേഖയുണ്ട്. ജമാഅത്തിൽ പങ്കെടുക്കാമെന്നതിന് തെളിവുണ്ട്. ലാ തംനഉ, നിങ്ങൾ തടയരുത്. ഭർത്താക്കന്മാരോട് മുത്തുനബി പറഞ്ഞതാ, പുരുഷന്മാരോട് പറഞ്ഞതാ. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളിയെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ, അള്ളാന്റെ അടിയാത്തുകളെ നിങ്ങൾ തടയരുത്. ഒരു സ്ത്രീ ചോദിക്കുക, എനിക്കും വരണം പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ അനുവാദം കൊടുക്കണം. ഇന്ന് പള്ളിയിലേക്ക് മാത്രം അനുവാദമില്ല. നബിദിനാഘോഷ റാലി പോകുമ്പോ കാണാന് മഫ്തിയും പറഞ്ഞൊന്നുമില്ല. സാധാരണ വീട്ടിലിടുന്ന നൈറ്റിട്ട് വന്ന് നോക്കി നിൽക്കും, ആർക്കും പ്രശ്നമില്ല. നേർച്ചപ്പറമ്പിൽ ഇഷ്ടം പോലെ സ്ത്രീകളാണ്, തിക്കും തിരക്കും കൂട്ടി ചോറ് വാങ്ങും, ആർക്കും പരാതിയില്ല. റിക്ഷയിലുണ്ട്, ബസ്സിലുണ്ട്, സ്റ്റാൻഡിലുണ്ട്, മാർക്കറ്റിലുണ്ട്, ഷോപ്പിംഗ് മാളിലുണ്ട്, എല്ലാ സ്ഥലത്തുമുണ്ട്, ആർക്കും പരാതിയില്ല. എവിടേക്ക് മാത്രം വരാൻ പാടില്ല? റബ്ബിന്റെ വീട്ടിലേക്ക് മാത്രം വരാൻ പാടില്ല. ഓല കമ്മല് വേണം, ഓല പാദസരം വേണം, ഓല ചെയിന് വേണം, ഓല പൈസ വേണം പള്ളി ഉണ്ടാക്കാന്. പള്ളി ഉദ്ഘാടനത്തിന് തലേന്നോരോട് പറയും, വന്ന് കണ്ടോളൂ, പിന്നെ നിങ്ങൾക്ക് പ്രവേശനമില്ല, പിന്നെ നിങ്ങളെ കയറ്റ മരിച്ചിട്ട് മയ്യത്തായിട്ടാണ്. അതുകൊണ്ട് ആ പരിപാടി ഇസ്ലാം പറഞ്ഞിട്ടില്ല. അവർക്ക് വരാം, അവർക്ക് നിസ്കരിക്കാം. ഇത് ദീന് അനുവദിച്ചു തന്നതാണ്. മഹാനായ പണ്ഡിതന്മാരുടെ എത്രയോ റിപ്പോർട്ടുകൾ. കേരളക്കരയിൽ പ്രസംഗിക്കുന്ന പ്രഗത്ഭനായ ഒരു പ്രഭാഷകനാണ്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന ബഹുമാന്യനായ ഉസ്താദ്. ആ ഉസ്താദ് പോലും ചില ആളുകൾ ചോദിക്കാറുണ്ട്, മക്കത്ത് സ്ത്രീകൾ വരുന്നില്ലേ, മദീനത്ത് വരാറില്ലേ? ഞാൻ അവരോട് പറയാ, മക്കത്ത് 4 അല്ല, 40 അല്ല, 400 അല്ല, 4000 അല്ല, 40,000 അല്ല, ധാരാളം സ്ത്രീകൾ വരും. അവരാരും നിസ്കരിക്കാൻ വന്നതല്ല, അവരൊക്കെ തവാഫിന് വേണ്ടി വന്നതാണ്. തവാഫ് നടക്കുമ്പോൾ ബാങ്ക് കൊടുത്തു, പേരോട് സഖാഫി ഉസ്താദ് പറയാണ്, അപ്പൊ ആരും തവാഫ് നിർത്താറില്ല. ഇഖാമത്ത് കൊടുത്തു, തവാഫ് നിർത്തി, എല്ലാവരും നിസ്കരിക്കാൻ നിന്നു. സ്ത്രീകളോട് പറഞ്ഞു, ബാക്കിലേക്ക് മാറൂ, ബാക്കിലേക്ക് മാറൂ. സ്ത്രീകൾ പിറകിലേക്ക് മാറി നിന്നു. നിസ്കരിക്കാൻ വേണ്ടി പുരുഷന്മാർ ഇങ്ങോട്ട് വരികയാണ്. തവാഫിന് വേണ്ടി വന്ന സ്ത്രീകളോട് പുറത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ വാതിൽക്കൽ വെച്ച് കൂട്ടിമുട്ടി പോകും. അതുകൊണ്ട് അവരോട് സൈഡിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ നിസ്കാരം തുടങ്ങി. നിസ്കാരം തുടങ്ങിയപ്പോ തവാഫിന് വേണ്ടി വന്ന സ്ത്രീകൾ നിസ്കാരത്തിൽ കൂടി. അതിന് പ്രശ്നമില്ല. അവർ നിസ്കരിക്കാൻ വന്നതല്ല, നടക്കുന്ന നിസ്കാരത്തിൽ പങ്കെടുത്തതാണ്. എന്താ യൂട്യൂബിലുള്ള പ്രസംഗം? ഇപ്പൊ എന്താ മനസ്സിലായത്? നിസ്കരിക്കുന്നുണ്ടെന്നാണ്, ഇല്ലാന്നാണോ? നിസ്കരിക്കുന്നുണ്ട്, ഇല്ലാന്നാണോ മനസ്സിലായത്? അപ്പൊ അങ്ങനെ വളഞ്ഞു പിടിച്ച് പറയേണ്ട ആവശ്യമില്ല. സ്ത്രീകൾക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. അവർക്കും വരാം, അവർക്കും പങ്കെടുത്താൽ 27 ഇരട്ടി പ്രതിഫലം കിട്ടും. സുബഹിയുടെ ജമാഅത്തിന് പോലും മുത്തുനബിയുടെ കാലത്ത് മൂടി പുതച്ചിട്ട് സ്ത്രീകൾ വരുമെന്ന് ആയിഷ ബീവിയാണ് പറഞ്ഞത്. ബുഖാരിയാണ് ഉദ്ധരിച്ചത്. വിശദാംശങ്ങളിലേക്ക് കിടക്കാൻ സമയമില്ല. എന്താ പറഞ്ഞത്? മൂടി പുതച്ച് സുബഹിക്ക് വരും. മുത്തലഫിആത്തിൻ ബിമുറൂതിഹിന്ന. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാലോ സുമ്മ യൻഖലിബിന ഇലാ ബുയൂതിഹിന്ന, അവർ അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസ്. ഞാൻ ഹദീസിന്റെ ഒരു ഭാഗം പറഞ്ഞതാണ്. ഇരുട്ടുകൊണ്ട് അവരാർക്കും തിരിച്ചറിയുമായിരുന്നില്ല. സുബഹിയുടെ ജമാഅത്തിന് വന്നിട്ട് ജമാഅത്ത് കഴിഞ്ഞു പോകുന്ന സ്ത്രീകളെ ആർക്കും തിരിച്ചറിയുമായിരുന്നില്ല. ഇപ്പൊ സമ്മേളനം കഴിഞ്ഞ വലിയ സമ്മേളനം നടത്തി അതിന്റെ പ്രസിഡന്റ് പറഞ്ഞ എന്താ അറിയോ? ആ ഹദീസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയ അർത്ഥമല്ല, അത് വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കണ കാര്യമാണ് എന്ന്. അപ്പൊ പിന്നെ ഈ നിസ്കാരം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോ ഇരുട്ടുകൊണ്ട് മനസ്സിലാവില്ലാർന്നത് ആർക്കാ? ഭർത്താവിനോ? ആർക്കത് മനസ്സിലാവില്ലാർന്ന്? വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കണ കാര്യമാണെങ്കിൽ ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസ്. ഇരുട്ടുകൊണ്ടവർ പോകുമ്പോൾ അവരെ മനസ്സിലാകുമായിരുന്നില്ല. നിസ്കാരം കഴിഞ്ഞ ഉടനെ സുമ്മ യൻഖലിബിന ഇലാ ബുയൂതിഹിന്ന, അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. ഈ പറഞ്ഞതാരാ?
വീട്ടിൻ്റെ ഉള്ളിൽ റൂമിൽ നിസ്കരിച്ചു. എന്നിട്ട് ആ ഉമ്മ അവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആ മുസല്ലൊക്കെ എടുത്തുവെച്ച് അടുക്കളയ്ക്ക് പോയാല് കുട്ടി വാപ്പാനോട് അറിയോ ഉമ്മ ഇവിടെ നിൽക്കുമ്പോ ഉമ്മ നിസ്കരിക്കാൻ വന്നി നിസ്കാരം കഴിഞ്ഞ് പെരയെ പോയി എന്ന് പറയോ? ഇതാണ് ഹദീസിൽ വന്ന പ്രയോഗം. ഇതൊന്നും ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയില്ല. വാശിയുടെ ആവശ്യമില്ല. ഈ പള്ളിയിൽ ഇതുപോലെയുള്ള പള്ളികളിൽ അവർക്ക് നമസ്കരിക്കാൻ സൗകര്യമുണ്ട്. അവർക്ക് വരാം, വരാതിരിക്കാം, നിർബന്ധമില്ല. വന്നാൽ അവർക്കും കിട്ടും പ്രതിഫലം. ജുമയുടെ ഖുത്ബ അവർ കേൾക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വീട് ഈ നാട്ടിലെ മനുഷ്യർക്കു വേണ്ടി സമർപ്പിച്ചു. ഇവിടെ ഞങ്ങളുടെ പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി അവറുകൾ, അള്ളാഹു ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ഖൈറും ബറകാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ദീന് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക, സത്യം സത്യമായി കേൾക്കാൻ തയ്യാറാവുക. നമുക്കൊരാളെയും ഭയപ്പെടാനില്ല, ഒരാളുടെ മുമ്പിലും സാഷ്ടാംഗം നടത്താനില്ല. മറ്റുള്ള മനുഷ്യർ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും മൃഗത്തിന്റെ മുന്നിലോ മരത്തിന്റെ മുന്നിലോ സസ്യങ്ങൾക്ക് മുന്നിലോ മനുഷ്യർക്ക് മുന്നിലോ ഒന്നില്ല. ഉടുതുണി പോലും ഇല്ലാത്ത ആളുകൾക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. നമ്മളിതാ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിന്റെ മുമ്പിലാണ് സുജൂദിലാകുന്നത്. ഇതൊരു വലിയ ഭാഗ്യമാണ്. ഈ തൗഹീദ് മഹാഭാഗ്യമാണ്. വേറെന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ഈ തൗഹീദ് കിട്ടണം. അള്ളാഹു ഈ പള്ളിയിലൂടെ ഈ പരിസരത്ത് ഈ തൗഹീദിന്റെ വെളിച്ചം വിതറി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഇതിനു വേണ്ടി പ്രവർത്തിച്ച അതിനുവേണ്ടി ദീർഘമായ ഒരു സമ്മേളനം നടത്തി അതിന്റെ ചെലവുകളും എല്ലാം വഹിച്ചുകൊണ്ട് അള്ളാഹുവേ, ഇതിന് മുന്നിലേക്ക് ഇറങ്ങിയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. എന്റെ സംസാരത്തിൽ നിന്റെ വഹ്ദാനിയത്ത് ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു ചെറിയ സമയത്തുള്ള വേഗത്തിലുള്ള സംസാരത്തിൽ എവിടെയെങ്കിലും നാക്കുപിടവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അക്ഷരങ്ങൾ മാറി ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തി വായിക്കാനുള്ള സന്മനസ് അള്ളാഹുവേ നീ കേട്ടവർക്ക് പ്രദാനം ചെയ്യണേ അള്ളാഹുവേ, വീണ്ടും വീണ്ടും നിന്നോട് പറയുന്നു, ഈ പള്ളിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഓരോ ചെറുതും വലുതുമായ ഒരു വർത്തമാനം കൊണ്ട് സഹായിച്ച പടച്ചവനെ, പണി നടക്കുമ്പോ അയൽവാസികൾ എന്ന നിലക്ക് സഹായിച്ചവർ, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അള്ളാഹു അവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ ദൂരസ്ഥലത്ത് നിന്ന് പോലും ഈ പള്ളിയുടെ ഈ ഇനാഗുറേഷൻ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് അള്ളാഹുവേ അവരുടെ ജീവിതത്തിൽ ഖൈർ നീ പ്രദാനം ചെയ്യണേ ഇതിന്റെ നോട്ടീസ് കൊടുത്തവർ, വീട് കയറി വിളിച്ചവർ, സ്ക്വാഡ് വർക്ക് നടത്തിയവർ, ഡോർ ടു ഡോർ നടത്തിയവർ, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അള്ളാഹുവേ. യാത്രയിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നാണല്ലോ നീ പഠിപ്പിച്ചത്. ഈദ് കഴിഞ്ഞ് പോകുന്ന ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ പ്രാർത്ഥനകളെ നീ കബൂലാക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ കൂട്ടത്തുനിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ ഉപ്പ ഉമ്മമാരുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ മർഹമത്ത് നൽകണേ അള്ളാഹുവേ. ഇവിടെ വരാൻ ആഗ്രഹിച്ചിട്ടും വരാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, കൂടെ നിന്നവർ പലരുമുണ്ട്. അവർക്കൊക്കെ നീ സമാധാനം കൊടുക്കണേ രോഗത്തെ പരിപൂർണമായി ശിഫയാക്കി കൊടുക്കണേ സാമ്പത്തികമായി സഹായിച്ചവർ അള്ളാഹുവേ, അവർക്ക് നീ വർധനവ് നൽകി അനുഗ്രഹിക്കണേ ഈ പള്ളി എത്ര കാലം ഇവിടെ നിലനിൽക്കുന്നുവോ ഇത് മൻഹജുസ് സലഫ് അനുസരിച്ച് നിന്റെ ഖുർആനും സുന്നത്തും എന്തു പറഞ്ഞോ അതിൽ നിന്ന് ഒരു ചെറിയ പോയിന്റ് പോലും പിഴക്കാതെ സത്യസന്ധമായ സച്ചരിതരുടെ റൂട്ടിൽ അള്ളാഹുവേ ഈ പള്ളിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിന്റെ ഭാരവാഹികൾക്ക് നീ തൗഫീഖ് നൽകണേ ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. 10 മണിക്കാണ് നമ്മുടെ പെർമിഷൻ അവസാനിക്കുക. അതുകൊണ്ട് അതിനു മുമ്പ് നമ്മുടെ പ്രോഗ്രാം എല്ലാം ഇവിടെ അവസാനിച്ച് നമ്മൾ പിരിയേണ്ടതുണ്ട്. ഈ കസേരകളൊക്കെ ഇരിക്കുന്ന നമ്മൾ തന്നെ എണീറ്റ് ഇവിടുന്ന് നന്ദി സംസാരമുണ്ടെങ്കിൽ ആ നിർദ്ദേശം കൂടി കേട്ടിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് സഹായിച്ചിട്ട് വേണം പിരിയാൻ. അള്ളാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.